الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين لا شيء مما ترى تبقى بشاشته يبقى الإله ويودي المال والولدا لم تغن عن هرمز يوما خزائنه والخلد قد حاولت عاد فما خلدوا ولا سليمان إذ تجري الرياح له والإنس والجن فيما بينها تردوا أين الملوك التي كانت لعزتها من كل أوب إليها وافد يفيد حوض هنالك مورود بلا كذب لا بد من ورده يوما كما وردوا يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم ബഹുമാന്യരായ ഉസ്താദുമാരെ, പണ്ഡിതരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം മഹത്വം നൽകുന്ന വിജ്ഞാന സദസ്സിൽ ഒത്തുകൂടി നാം പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടു നടക്കാൻ നമുക്കും നമ്മുടെ ഉപദേശങ്ങൾ കേൾക്കുന്ന സർവ്വ ആളുകൾക്കും അവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ, സന്താനങ്ങൾ, ശിഷ്യന്മാർ, സഹപാഠികൾ, സഹപ്രവർത്തകർ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ സർവ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്കും ഈ സദസ്സിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ.
ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ കേൾക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മുടെ വിധി നിർണയിക്കപ്പെടുന്ന ഒരു രംഗമാണ് അന്ത്യനേരം. ആർക്കും അതിൽ ഒരു സന്ദേഹവും ഇല്ല. അല്ലാഹു കണക്കാക്കിയ തീരുമാനമനുസരിച്ച് ഒരൽപ്പം പോലും വൈകിക്കാതെ അത് നടക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് നടന്നതിന് ശേഷമുള്ള ജീവിതവും അനന്തമായി നീളുന്ന പാരത്രിക ജീവിതവും ബാസുരമായി കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ അധ്വാനങ്ങളൊക്കെ നമുക്ക് മുതലാകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കൂട്ടുകാരിൽ വന്നു ചേരുന്ന അല്ലറ ചില്ലറ അപാകതകൾ കാരണം ഒരുപാട് കാലം കഴിയേണ്ട ബർസഖിയായ ലോകവും അതിനുശേഷമുള്ള പാരത്രിക ലോകവുമെല്ലാം വൈകല്യങ്ങൾ കാരണം വളരെ ദുഷിച്ച ദുരന്തപൂർണമായി പലർക്കും അനുഭവപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസവും കർമ്മവും അല്ലാഹു നൽകി. അന്ത്യം മോശമായതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ അതിനു ശേഷവും ഒരു സെക്കൻഡ് പോലും സുഖജീവിതം ലഭിക്കാതെ, ഒരിക്കലും വർണ്ണിക്കാനും ചിന്തിക്കാനും കഴിയാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങി ദുരിതങ്ങളിൽ കഴിയുന്ന ആളുകൾ എല്ലാ കാലത്തും അവർ ഹതഭാഗ്യന്മാരാണ്. ആ ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ എന്നും നരകശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഹതഭാഗ്യനാണ് വളരെയധികം സൗകര്യങ്ങളും സംവിധാനങ്ങളും അല്ലാഹു നൽകിയ ഫറോവ. ഫിർഔൻ അവനുള്ള സൗകര്യങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. അവൻ കിടക്കുന്ന റൂം ഈജിപ്തിലെ റോയൽ മമ്മി ഹാളിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ സന്ദർശകരൊക്കെ ബാക്കിയുള്ള ഹാളുകളിലൊന്നും ഇല്ലാത്ത രൂപത്തിൽ അവിടെ എയർ കണ്ടീഷൻ സംവിധാനമുണ്ട്. അവനും അവന്റെ കുടുംബക്കാരും ധാരാളം ഫറോവമാരുടെ മമ്മികൾ ആ വലിയ മ്യൂസിയത്തിന്റെ ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവര് സുഗമമായി സ്വച്ഛന്തമായി കിടക്കുകയാണ് എന്ന് ആരും ധരിച്ചു പോകരുത്. അല്ലാഹു പറയുന്നു, അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യാ. 24 മണിക്കൂറും നരകശിക്ഷയാണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അന്നാറു യുറദൂന അലൈഹാ, നരകം അവരുടെ മേൽ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദൃഷ്ടിയിൽ അല്ലാഹു തആല ജീവിതത്തിന്റെ സൗകര്യത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് മാത്രം. പലതും അല്ലാഹു അങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ട്. ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് രണ്ടാലൊന്ന് ശബ്ദിക്കുമല്ലോ ഏത് ജനാസയും. ഫൈൻ തകു സ്വാലിഹതൻ ഖാല ഖദ്ദിമൂനി ഖദ്ദിമൂനി. നല്ല ജനാസയാണെങ്കിൽ അത് പറയും. സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു വാക്കല്ല, സാഹചര്യമായി അങ്ങനെ വിളിച്ചു പറയുമെന്ന ആലങ്കാരിക പദപ്രയോഗവുമല്ല. യഥാർത്ഥത്തിൽ തന്നെ ജനാസ പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം വേഗം കൊണ്ടുപോകണം. കാരണം ഞാൻ ഈ ദുനിയാവിൽ താൽക്കാലിക ജീവിതം എന്ന് വിശ്വസിച്ച ആളാണ്. എന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് വേണ്ടി ഒരുപാട് സമ്പാദ്യങ്ങൾ ചെയ്ത ആളുമാണ്. നല്ല മനുഷ്യനല്ലെങ്കിൽ, ഈമാനും ഇഖ്ലാസോടെയും കഴിഞ്ഞ് പിരിഞ്ഞു പോയവനല്ലെങ്കിൽ,
അവൻ പറയും യാ വൈലഹാ അയ്ന യദ്ഹബൂന ബിഹാ, നിങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല, കുറെ നേരം എന്നെ വീട്ടിൽ വെച്ചില്ലേ, അവിടെ തന്നെ വെച്ചാൽ മതി. എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? യസ്മഉഹാ കുല്ലു ശൈ, ഈ ശബ്ദം എല്ലാ വസ്തുക്കളും കേൾക്കും. ഇല്ലൽ ഇൻസാൻ, മനുഷ്യൻ ഒഴികെ. എന്താ മനുഷ്യനത് കേട്ടാൽ സംഭവിക്കുക? വലൗ സമിഅഹൽ ഇൻസാനു ലസ്വഇദ്, മനുഷ്യൻ അത് കേൾത്താൽ കേൾക്കേണ്ട താമസം അവന്റെ ജീവിതം അവിടെ അവസാനിക്കും. പിന്നെ മറവ് ചെയ്യാൻ ആളുകൾ ഉണ്ടാകൂല. കാരണം ഒരാളെ ഏറ്റിക്കൊണ്ടുപോകുന്നതിന്റെ പിന്നിലുള്ള ആളുകളൊക്കെ അത് കേൾക്കുമ്പോൾ അവരൊക്കെ മരിച്ചു വീണു. അടുത്ത ആളെ വീണ്ടും ഏറ്റിക്കൊണ്ടുവരുമ്പോ അവരും മരിച്ചു വീണു. ഇത് വിശ്വസിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ബോധത്തോടെ കഴിയാനാണ് പറഞ്ഞത്. ഖബറിന്റെ ഉള്ളിൽ നടക്കുന്ന ശിക്ഷകൾക്ക് വലിയ ശബ്ദമുണ്ട്, ചോദ്യശരങ്ങൾക്ക് തന്നെ വലിയ ശബ്ദമുണ്ട്. പക്ഷേ അള്ളാഹു അത് കേൾപ്പിക്കാതിരിക്കുന്നത് നമുക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരാനുണ്ട് എന്ന രീതി കൊണ്ടാണ് അള്ളാഹു കേൾപ്പിക്കാതിരിക്കുന്നത്, കഴിവില്ലാത്തത് കൊണ്ടല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ കേട്ട് നോക്കിക്കണ്ട് കാതുകൊണ്ട് കേട്ട ശിക്ഷയെ പറ്റി തങ്ങൾ പറഞ്ഞു, ലൗലാ അല്ലാ തദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബ്രി ശൈആ, നിങ്ങൾ ആരെയും മറവ് ചെല്ലുകയായിരുന്നെങ്കിൽ, ആരെയും മണ്ണിന്റെ അടിയിൽ ഖബർ കുഴിച്ച് മണ്ണിലേക്ക് വെക്കുകയില്ലായിരുന്നെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് ദുആർക്കുമായിരുന്നു, അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബ്രി ശൈആ, ഖബർ ശിക്ഷയിൽ നിന്നൊരു ശകലം നിങ്ങൾക്ക് കേൾപ്പിക്കാൻ. കുറച്ച്, കൂടുതലൊന്നും വേണ്ട, കുറച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങോട്ട് കേൾപ്പിച്ചു തരാം. നമ്മളൊക്കെ നന്നാകും, ഓട്ടോമാറ്റിക്കായി നന്നാകും. പിന്നെ കൂടുതൽ വേദൊന്നും ആവശ്യമില്ല. പക്ഷെ എല്ലാവർക്കും ഒരേ അവസ്ഥയല്ല വരിക. ആ ശിക്ഷയുടെ അനുഭവം കേൾക്കുന്ന നേരത്തെ എല്ലാവർക്കും ഒരേ അവസ്ഥയല്ല വരിക. കൂടുതൽ ആളുകൾക്കും അവരുടെ ബുദ്ധി ക്ഷയിച്ച് മറ്റൊരവസ്ഥയിലേക്ക് അവർ രൂപാന്തരപ്പെടും. ജീവിതത്തിന്റെ സൗകര്യത്തിന് വേണ്ടി അവിടെ ഒരു മറ വെച്ചു. 24 മണിക്കൂറും ശിക്ഷിക്കപ്പെടുന്ന ശരീരം. നമ്മൾ പോയി നോക്കിയാൽ ഫിർഔൻ, അവന്റെ നരച്ച മുടി ഇപ്പോഴും കാണാം. ഹതഭാഗ്യരുടെ മരണം അല്ല എന്റെ വിഷയം. മരണത്തിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം നാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വരുന്നില്ല. ഈ വിഷയം എവിടെയും എത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് മരണാനന്തര ശേഷം നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മരണത്തിന്റെ മുമ്പ് ഒരുങ്ങിയെങ്കിലേ മരണത്തിന്റെ ശേഷവും നമുക്ക് സുഖം ലഭിക്കുകയുള്ളൂ. അള്ളാഹു അത്തരക്കാരിൽ ഒരുങ്ങിപ്പോകുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർത്തി തെരുമാറാകട്ടെ. ഒരിക്കലും ഹതഭാഗ്യരിൽ പെട്ടുപോകരുത്. ഏതെങ്കിലും ദുർബല നിമിഷങ്ങളിൽ ചെയ്തു വെച്ചത് പൊറുപ്പിക്കാൻ കാലതാമസം വെച്ച് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോ നമ്മൾ കണക്കാക്കിയ രൂപത്തിലല്ല അല്ലാഹു തആല വിധിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ കണക്കാക്കിയ പരുവത്തിലല്ല അല്ലാഹു തആല കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും മരണപ്പെട്ടു പോയി പിന്നെ അവിടെ എത്തിയിട്ട് ഒരു സലാമത്തും കിട്ടാത്ത പരുവത്തിലായി പോകരുത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മരണം നേർക്ക് നേരെ മുന്നിൽ കണ്ട സമയത്തല്ലേ ഫിർഔൻ പറഞ്ഞത്, ആമന്തു ബി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. മൂസാ നബിയെ, ബനൂ ഇസ്രായീൽ ഏത് റബ്ബിനെ കൊണ്ടാണോ ഇലാഹിനെ കൊണ്ടാണോ വിശ്വസിച്ചത്, അതേ ഇലാഹിനെ കൊണ്ട് ഞാനും വിശ്വസിച്ചു, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനായിരിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അൽ ആന, ഇപ്പോഴാണോ നിനക്ക് നേരം വെളുത്തത്? വഖദ് അസൈത മിൻ ഖബൽ, നേരത്തെ നീ ധിക്കരിച്ചു നടന്നു. വകുന്ത മിനൽ മുഫ്സിദീൻ, നീ നാശം വിതക്കുന്നവരെ കൂട്ടത്തിലല്ലേ നടന്നത്. എത്ര ഞാൻ നിനക്ക് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ നീ പഠിപ്പിച്ച് ശരിക്ക് പയറ്റി തെളിഞ്ഞ സാഹചര്യങ്ങൾ അള്ളാഹു എനിക്ക് തന്ന മോചിതത്തിലൂടെ വിശ്വാസം ഉൾക്കൊണ്ട് ആമന്നാ ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വ ഹാറൂൻ, ഞങ്ങൾക്ക് ശരിക്ക് ബോധ്യപ്പെട്ടു
ആഴ്ചകളോളം പണിയെടുത്ത് ചെത്തി മിനുക്കി കൊണ്ടുവന്ന വടികളും പാമ്പിൻ കയറുകളുമെല്ലാം മിടുങ്ങിയിരിക്കുന്ന ഈ അത്ഭുത വടി, ഇത് സത്യത്തിൽ മുഅ്ജിസത്ത് തന്നെയാണ്. ഇത്രയും ആയിരക്കണക്കിന് വരുന്ന ആളുകൾ സിഹ്ർ മൂലം മുന്നോട്ടിട്ടത് മുഴുവനും നശിപ്പിച്ച് ഹക്ക് വെളിവായപ്പോ അവരൊക്കെ മൂസാ നബി അലൈഹിസ്സലാമിലും അള്ളാഹുവിലും വിശ്വസിച്ചു. അപ്പോഴും നീ അത് എതിർത്തല്ലോ, നീ പറ്റ തള്ളിക്കളഞ്ഞല്ലോ. നീ അതിന് കൊടുത്തൊരു മുഖമുണ്ട്, ഇന്ന ഹാദാ ലസാഹിറുൻ അലീം. ഞാൻ അങ്ങനെ ഹക്ക് പഠിപ്പിച്ചു തന്നപ്പോ നീ എന്നെ പറ്റി പറഞ്ഞു, ഇയാള് പഠിച്ചൊരു സിഹ്റുകാരനാണ്, ഇയാളൊരു സാധാ ആളല്ല എന്ന് നീ എന്നെ പറ്റി പറഞ്ഞു എന്നല്ല. ആ വിശ്വസിച്ച ആളുകളുടെ കൈകാലുകൾ ഛേദിക്കാനും അവരെ കിട്ടുന്നിടത്ത് വെച്ച് ക്രൂശിക്കാനും തീരെ കിട്ടാത്തവരെ തീയിലിട്ട് കരിക്കാനും നീ നിന്റെ സൈന്യങ്ങളെ വിന്യസിച്ചില്ലേ ഫിർഔനേ? വഖദ് അസൈത മിൻ ഖബ്ലു വകുന്ത മിനൽ മുഫ്സിദീൻ. നിന്റെ നേരം കഴിഞ്ഞിരിക്കുന്നു, ഇനി നിനക്ക് ഷഹാദത്തിന് പ്രസക്തിയില്ല. നീ ഇലാഹിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്നതിനൊരു വിലയും ഇല്ല. സമയം കഴിഞ്ഞിരിക്കുന്നു, ഇനി നിന്നെ മുസ്ലിങ്ങളിൽ പെട്ടവനായി ചേർത്തുകയില്ല. ആ കൽസം നദിയിലും നൈൽ നദിയിലും മുങ്ങിപ്പൊങ്ങിയ ശരീരം നിങ്ങൾ പോയി നോക്കൂ, അവന്റെ പല്ല് അങ്ങനെ തന്നെ ഇന്നും കാണാനുണ്ട്. ചെറിയ ഒരു ശരീരമാണ്, നീണ്ടു കിടക്കുന്ന ശരീരമൊന്നുമല്ല, ഒരു 4.5 മുഴം വലുപ്പമാണ്. മുറിക്കാത്ത നഖങ്ങൾ വരെ അങ്ങനെ തന്നെയുണ്ട്. ആഴ്ചയിൽ ഇവിടെ വല്ലതും പുരട്ടി വെക്കുന്നൊന്നുമില്ല, ഡ്രസ് ചേഞ്ച് വെക്കുന്നൊന്നുമില്ല. അതിന്റെ ഉള്ളിൽ 100 കണക്കിന് ഫറോവമാർ വേറെയുണ്ട്. ഒരാഴ്ചയാകുമ്പോൾ അവർക്കൊക്കെ ഡ്രസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലേപനങ്ങൾ പുരട്ടി കൊടുക്കുന്നുണ്ട്, പറ്റ മണത്ത് നാറാതിരിക്കാൻ വേണ്ടി. അതേ സമയത്ത് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന അന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് നിങ്ങളുടെ വലിയ തമ്പുരാൻ എന്ന് ഗീർവാണം മുഴക്കിയ ഫറോവ, അവന്റെ യഥാർത്ഥ ശരീരം അവിടെ കിടക്കുന്നുണ്ട്. സുഗമമായി കിടക്കുകയല്ല, നല്ല ശിക്ഷ അനുഭവിക്കുകയാണ്. ഇത് ഖിയാമത്ത് നാളെ പറ്റിയല്ല. വയൗമ തഖൂമുസ്സാഅതു വദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. ഖിയാമത്ത് നാൾ വന്നാൽ ആ കുടുംബത്തോട് പറയുന്നത്, ഫിർഔൻ കുടുംബമേ, ഇത്ര കാലം അനുഭവിച്ച ശിക്ഷ പോലെയല്ല ഇനി വരാനിരിക്കുന്നത്. അശദ്ദുൽ അദാബ്, കടുത്ത ശിക്ഷയാണ്, കഠിന ശിക്ഷയാണ് വരാനിരിക്കുന്നത്. കടന്നുകൊള്ളുവീൻ, നരകത്തിന്റെ തീ തുപ്പുന്ന ശിക്ഷകളിലേക്ക് കടന്നുകൊള്ളുക എന്ന് ഹതഭാഗ്യനായ ഫിർഔനിനോട് പറയപ്പെടും. അതേ ഫിർഔനിന്റെ കീഴിൽ പ്രവർത്തിച്ച പലരോടും പറയപ്പെടും. ഒന്നുകൂടി ചരിത്രം ഇങ്ങോട്ട് മറിക്കൂ. നന്നായി വിശ്വാസവും കർമ്മവും ഒക്കെ കൊണ്ട് അലങ്കരിച്ച ലോകം കണ്ട നമ്പർ 1 മുതലാളിയല്ലേ ഖാറൂൻ മുതലാളി. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ. ഖുർആൻ പറയുന്നുണ്ട്, ഖാറൂൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമിൽപ്പെട്ടവനാണ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കുടുംബക്കാരനാണ്. ആ ഖാറൂൻ സാമ്പത്തികമായ സ്രോതസ് കൊണ്ട് അഹന്ത നടിച്ചു, നിയമങ്ങളെല്ലാം അതിക്രമിച്ചു മുന്നോട്ട് നീങ്ങി. മൂസാ നബിയും ഹാറൂൻ നബിയും അലൈഹിമസ്സലാം അവര് കഴിഞ്ഞാൽ തൗറാത്തിൽ അഗ്രഗണ്യനായ 3ാമത്തെ വ്യക്തിയാണ് ഖാറൂൻ. ചില്ലറാളൊന്നല്ല. മൂസാ നബി അലൈഹിസ്സലാം മീഖാത്തിന് കൊണ്ടുപോയ 70 ആളുകളിൽ ഒരു മെമ്പറാണ്. അള്ളാഹുവിനോട് മുനാജാത്തിന് വേണ്ടി കൊണ്ടുപോയ 70 ആളുകളുണ്ട്. വഖ്താറ മിൻഹും 70 റജുലൻ ലിമീഖാത്തിനാ. അവരിൽ നിന്ന് 70 ആളുകളെ നമ്മോട് സംവദിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം സെലക്ട് ചെയ്തു. അതിലൊരു മെമ്പറാണ്. തൗറാത്തും തിരിയാഞ്ഞിട്ടല്ല, നമ്മൾ ശരിക്ക് കണ്ണു തുറന്ന് മനസ്സിൽ ശരിക്ക് ഇരുത്തി ചിന്തിക്കണം. നിയമങ്ങൾ ലംഘിക്കുന്നവർ നന്നായി മനസ്സിലാക്കണം. അള്ളാഹു ഒരു നിയമം ഇറക്കി. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മുമ്പ് പല നബിമാരോടും മുർസലുകളോടും പറഞ്ഞതുപോലെ സാമ്പത്തിക സ്രോതസ്സിൽ നിന്ന് കണക്കെത്തിയവരിൽ നിന്ന് സക്കാത്ത് വാങ്ങിക്കൊള്ളണം. സക്കാത്ത് വാങ്ങിക്കൊള്ളണം. സക്കാത്ത് തീരെ കൊടുക്കാത്ത ഒരു സമൂഹത്തിലേക്ക് അല്ലാഹു തആല ബലാ മുസീബത്തുകൾ പെടുന്നനെ ഘട്ടം ഘട്ടമായി ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ചുരുങ്ങിയൊരു ശതമാനേ കൊടുക്കാനുള്ളൂ. പക്ഷെ ആ ശതമാനം കൊടുക്കുന്നില്ലെങ്കിൽ, അതും പിശുക്കാണെങ്കിൽ
പിന്നെ അറുപിശുക്കന്മാർ എന്നല്ലേ പറയാനുള്ളത്. അപ്പൊ അല്ലാഹു തആല ഘട്ടം ഘട്ടമായി ശിക്ഷ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. മുമ്പത്തെ പോലെയല്ല ഇപ്പൊ സഹോദരിമാരടക്കം അവർക്കടക്കം സക്കാത്ത് നിർബന്ധമായി വരുന്ന സമയമാണ്. ഒക്കെ പണയത്തിന് കൊടുത്ത സഹോദരിമാരെ നന്നായി മനസ്സിലാക്കിയാൽ കാര്യം ബോധ്യപ്പെടും. 25 പവൻ പണയം വെച്ചിരിക്കുക. ഉമ്മയുടെ സഹോദരിയുടെ സ്വർണ്ണാഭരണം, ഭർത്താവിന് ജോലിക്ക് പോകാൻ വേണ്ടി കുറച്ച് കാശ് വാങ്ങിയത്. ഇപ്പോൾ ആ സ്വർണ്ണാഭരണം ആഭരണം എന്ന റോളിൽ നിന്ന് മാറി സൂക്ഷിപ്പ് എന്ന് പറയുന്ന മറ്റൊരവസ്ഥയിലേക്ക് മാറിയത് കൊണ്ട് ഒരു വർഷം കറങ്ങി വരുമ്പോൾ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അതൊരു വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചാലും അങ്ങനെ തന്നെ, ഒരു സംഘത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചാലും അങ്ങനെ തന്നെ. ഇപ്പൊ അത് ആഭരണം എന്ന റോളിലല്ല ഇപ്പൊ അവിടെ നിൽക്കുന്നത്, സൂക്ഷിപ്പ് സാധനം എന്ന റോളിലാണ്. അതിഞ്ഞി ധരിക്കാതെ കുറച്ച് ആഭരണങ്ങൾ തീരെ ധരിക്കാതെ അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടി എടുത്തു വെച്ചാൽ സംഗതി അങ്ങനെ വരും. ഇടക്കൊന്നും എടുത്ത് തീരെ ധരിച്ചിട്ടില്ലെങ്കിൽ 100 പവൻ ഒന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, അതിൽ 25 പവൻ തൊടാതെ അങ്ങനെ വെച്ചു. അതെപ്പോഴെങ്കിലും ഒന്ന് എടുത്ത് ധരിച്ച ആഭരണമായി മാറി, പിന്നെ അതിന്റെ ആ വകുപ്പ് പോയി. തീരെ തൊടുന്നില്ലെങ്കിൽ അതിനും വരും ഇതേ അവരവസ്ഥ. സക്കാത്തിന്റെ നിയമം വന്നപ്പോ ഖാറൂൻ മുതലാളിയോട് പറഞ്ഞു സക്കാത്ത് കൊടുക്കണം, അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ഖാറൂൻ മുതലാളി കൂട്ടി നോക്കി, സക്കാത്ത് കൊടുക്കേണ്ടത് എത്ര? ദിർഹമുണ്ട്, ദീനാറുണ്ട്, ഒട്ടകങ്ങളുണ്ട്, ആടുമാടുകളുണ്ട്, ഒക്കെ കൂട്ടി നോക്കി. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ കണക്കനുസരിച്ച് കൂട്ടി നോക്കുമ്പോ ഇത് ധാരാളമുണ്ട്, ഇത്ര അധികം ഒന്നും തരാനാകൂല എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് എത്രയാ? 1,00,000 ദിർഹമിന് 1000 ദിർഹം തന്നാൽ മതി. അപ്പൊ കുറഞ്ഞതല്ലേ 1,00,000 ദിർഹമിൽ 1000 ദിർഹം ചോദിക്കുന്നത്? അപ്പൊ അത് കൂട്ടി നോക്കി, ആകെയുള്ള സ്വത്ത് എത്ര കൊടുക്കേണ്ടി വരും? തരൂലെന്ന് പറഞ്ഞു. എത്ര തോനെ തരാനാകൂല. പിന്നെ കുറച്ചുകൂടി കുറച്ചു, 100 ദിർഹമാക്ക. നിങ്ങൾ തന്നില്ലെങ്കിൽ പിന്നെ ആരാ തരിക? 1,00,000 ദിർഹമിന് 100 ദിർഹം. അതും കൂട്ടി നോക്കിയിട്ട് പറഞ്ഞു ഇതും അധികമാണ്, തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് 10 ദിർഹമാക്കി, 5 ദിർഹമാക്കി, 1 ദിർഹം പോലും തരൂല എന്ന് പറഞ്ഞു. എല്ലാം അധികമായി തോന്നിപ്പോയി. ആ ഖാറൂൻ മുതലാളിയോട് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖാറൂനേ വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. അല്ലാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ പരലോകം നിങ്ങൾ പ്രതീക്ഷിക്കണം. പരലോകത്തേക്ക് വേണ്ടി ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തി നിങ്ങൾ സെറ്റപ്പാക്കി വെക്കണം. പാരത്രിക വീട്ടിലേക്കുള്ള സുഖം നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിങ്ങൾ ആഗ്രഹിക്കണം. വലാ തൻസ നസീബക മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള വിഹിതം നിങ്ങൾ മറക്കരുത്. ഖുർആൻ പണ്ഡിതര് പറയുന്നു, നിങ്ങൾക്ക് കിട്ടാനുള്ള വിഹിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സലാസത്തു അക്ഫാൻ, 3 തുണി കഫനാകുന്നു. ദുനിയാവിൽ നിന്ന് അർഹിച്ചത് കിട്ടാനുള്ളത് 3 കഫൻ തുണിയാണ്, കഫൻ പുടയാണ്. അതാണ് നിങ്ങൾക്ക് സ്വന്തമായി കിട്ടാനുള്ളത്, നിങ്ങൾ മറക്കരുത്. പക്ഷേ ഖാറൂൻ മുതലാളി ആ വാക്ക് ഉൾക്കൊണ്ടില്ല. അവന്റെ സാമ്പത്തിക സ്രോതസ് ജനങ്ങൾക്ക് മുന്നിൽ വെളിവാക്കി. അവര് പറയുന്ന വിഷയത്തിൽ നിന്നൊക്കെ പരിധി വിട്ട് അഹങ്കരിച്ച് സുഖലോലുപനായി നിയമങ്ങൾക്കൊന്നും വശംവദനാകാതെ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റയികേറ്റി സംസാരിക്കുന്ന തരത്തിലേക്ക് തരം താഴ്ന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ബഹുമാനം ഇടിച്ച് താഴ്ത്തി. എങ്ങനെയെന്നറിയോ? ഈ സക്കാത്തിന്റെ നിയമത്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമിനെ പിൻവലിക്കണം. അതിനെന്തുണ്ട് മാർഗം? മൂസാ നബി അലൈഹിസ്സലാമിനെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പിന്തിരിപ്പിക്കണം. അതിന് മാർഗം അന്വേഷിക്കുമ്പോ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഖാറൂനെ, അതിന് നല്ല പണി എന്താണെന്നറിയോ? മാലോകര മൊത്തം ഒരുമിച്ച് കൂട്ടിയിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ എന്തെങ്കിലും ഒരു അപവാദ കേസ് ഉണ്ടാക്കണം, ഒരു കള്ള പ്രചരണം ഉണ്ടാക്കണം. ആ പ്രചരണം കാരണമായി മൂസാ നബി അലൈഹിസ്സലാം ഈ വിഷയത്തിൽ നിന്ന് പിറകോട്ടു പോകും. അത് ലോകത്ത് പൊതുവെ നടക്കുന്ന ഒരു കാര്യമാണ്. സത്യവുമായി മുന്നോട്ട് പോകുന്ന ഒരാളെ തളച്ചിടാൻ വേണ്ടി സത്യത്തിന്റെ വൈരികൾ എപ്പോഴും ചെയ്യുന്നൊരു മാതൃകയാണ്. അയാളെ പേരിൽ എന്തെങ്കിലും ഒരു ഇല്ലാ കഥകൾ കെട്ടിച്ചമക്കും.
എന്നിട്ട് ഈ സത്യമാർഗത്തിൽ നിന്ന് അയാൾ ബേക്കോട്ട് പോയാൽ അവരെ തിന്മകളുമായി അവർക്ക് മുന്നോട്ട് തയച്ച് വളർന്നു പോകാം എന്ന ചിന്തയാണ്. അതെല്ലാ കാലത്തും സ്വാഭാവികമായ അർത്ഥത്തിൽ ഉണ്ടാകാറുണ്ട്. ഖാറൂനും ആ മറുപടി കേട്ട് ആ നാട്ടിലെ ഏറ്റവും സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ തേടി പിടിച്ച് ആ പെണ്ണിന് ഒരുപാട് സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും ഒക്കെ കൊടുക്കാം എന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് കുറച്ചൊക്കെ കൊടുത്ത് ആ പെണ്ണിനെ ജനങ്ങളെ എല്ലാം ഒരുമിച്ചുകൂടി ഒരു മൈതാനത്തിൽ കൊണ്ടുവന്നു. സ്റ്റേജിൽ കയറിയിട്ട് ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്ക് നബിയായി വന്ന കലീമുല്ലാഹി മൂസയില്ലേ അലൈഹിസ്സലാം, ആ മൂസാ നബിയുമായി ഞാൻ അവിഹിത വീഴ്ച നടത്തിയിട്ടുണ്ട്. തുറന്നു പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളിൽപ്പെട്ട ഒരാള് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സവിധത്തിൽ ചെന്ന് വിവരം പറഞ്ഞു. മൂസാ നബിയെ, നിങ്ങളെപ്പറ്റി ഇങ്ങനൊരു ചർച്ച നടക്കുന്നുണ്ട്. ഖാറൂന് ഒപ്പിച്ചതാണ്. മൂസാ നബി അലൈഹിസ്സലാം പെട്ടെന്ന് അവിടെ എത്തി. ആ സ്റ്റേജിൽ നിന്ന് ആ പെണ്ണ് ഇറങ്ങിയിട്ടില്ല. ആ പെണ്ണിനോട് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അള്ളാഹുവിനെ സത്യം ചെയ്ത് നീ സത്യം തുറന്നു പറയണം, അള്ളാഹുവിനെ മുൻനിർത്തി നീ സത്യം തുറന്നു പറയണം, നീ ആ പറഞ്ഞ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഞാനാണ്, എന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നീ കണ്ടിട്ടുണ്ടോ? ഞാനും നീയുമായി ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ? ആ പെണ്ണ് പറഞ്ഞു, നിങ്ങളാണ് മൂസ എന്നെനിക്കറിയില്ല, എന്നോട് ഇങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞു പലതും തന്നു മോഹിച്ചപ്പോൾ, എനിക്ക് പലതും തന്നെന്നെ പ്രലോഭിപ്പിച്ചപ്പോൾ ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞതാണ്. നിങ്ങൾ എനിക്കറിയില്ല, നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആ പെണ്ണിനോട് പറഞ്ഞു, സത്യം നീ തുറന്നു പറഞ്ഞുകൊണ്ട് നിനക്ക് ഞാൻ മാപ്പ് ഒന്ന് വെക്കുമെന്ന് പറഞ്ഞു. ഹാറൂനും കൂട്ടർ നിൽക്കല്ലേ. മൂസാ നബി അലൈഹിസ്സലാം പൊതുവെ സത്യത്തിനെതിരെ ഈ രൂപത്തിൽ വിവരമുള്ള ആള് ഒരുങ്ങി പുറപ്പെട്ടപ്പോ, അതും മൂസാ നബി അലൈഹിസ്സലാമിന്റെ കുടുംബക്കാരനാണ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതൃ സഹോദരിയുടെ പുത്രനാണ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം അതൊന്നും പരിഗണിച്ചില്ല. അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ ഞാൻ എന്ത് ചെയ്യണം? ഈ കാണുന്ന 10,000-കണക്കിന് ജനങ്ങൾക്കിടയിൽ എന്നെ പറ്റി ഇല്ലാ കഥ പറഞ്ഞിട്ട് വഷളാക്കിയിരിക്കുകയാണ് ഹാറൂൻ. വിവരമില്ലാത്ത ആളാന്ന് പറയണ്ട, നല്ല വിവരമുള്ള ആളാണ്. വിവരമുള്ള ആളും ആഖിബത്ത് മോശമായി പോകും. മഹാരഥന്മാരോട് അനാദരവ് കാണിച്ചാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരൊറ്റ വാക്കുകൊണ്ട് ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ഒരിക്കൽ പോലും അള്ളാഹു ബഹുമാനിച്ച സ്നേഹിച്ച ഒരു സയ്യിദിനെയും ഒരു ആലിമിനെയും തരം താഴ്ത്തരുത്, ഒരിക്കലും ചെയ്യരുത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അല്ലാഹു തആല വളരെ ബഹുമാനം നൽകിയ മഹാനല്ലേ ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹു. ആ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഇകഴ്ത്തിക്കൊണ്ട് ഒരൊറ്റ പ്രവർത്തനം നടത്തിയപ്പോഴേക്ക് ആ മനുഷ്യന്റെ ആഖിബത്ത് മാത്രമല്ല, ഖബർ ജീവിതം പോലും നരകതുല്യമായി മാറി. പിന്നീട് വന്ന ചരിത്രം അങ്ങനെയാ. കാരണം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹു അടങ്ങുന്ന ആ കുടുംബത്തിന്റെ മഹത്വം എന്താണ് അള്ളാഹു പറഞ്ഞത്? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുദ് രിജ്സ അഹ്ലൽ ബൈതി വയുത്വഹിറകും തത്വീറാ. അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്ന ആളുകളിൽ 5 ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അവിടുത്തെ മകൻ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയും ഇവരെ ഒരു പുതപ്പിൽ ഇങ്ങനെ പുതച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ആളുകളെ വിഷയത്തിലാണ് അല്ലാഹു ആയത്തിറക്കിയത്, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുദ് രിജ്സ അഹ്ലൽ ബൈത്ത്. ഓ അഹ്ലുൽ ബൈത്തെ കുടുംബമേ, നിങ്ങൾക്കൊരു മാലിന്യവും അല്ലാഹു നിങ്ങളെ പേരിൽ വെച്ച് കെട്ടൂല. കേടാകുന്നൊരു വാക്കും ഒരു പ്രവൃത്തിയും നിങ്ങൾക്ക് അല്ലാഹു തരൂല. നിങ്ങളെ പരിപൂർണമായി ശുദ്ധീകരിക്കാൻ അല്ലാഹു ലക്ഷ്യം വെക്കുന്നുണ്ട്. ആ ശുദ്ധീകരണം ലക്ഷ്യം വെച്ച മഹത്തുക്കൾക്ക് ഇകഴ്ത്തുന്ന പ്രവർത്തനവും ഇകഴ്ത്തുന്ന വാക്കും ആര് കൊടുത്താലും ഉടനടി അല്ലാഹു അതിന് പകരം കൊടുക്കുന്നു. അതുകൊണ്ടല്ലേ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം,
ഭരണാധികാരിയായ മുആവിയ റളിയല്ലാഹു അൻഹു വരെ അംഗീകരിച്ചില്ലേ? 40,000 വരുന്ന ആളുകൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിരുന്നു, മുആവിയ റളിയല്ലാഹു അൻഹു നിങ്ങളുടെ തീരുമാനം അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് ഞങ്ങളൊക്കെ മൗത്തിന്റെ പേരിൽ ബൈഅത്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി ഷഹീദാകാൻ ഞങ്ങൾ ഒരുക്കമാണ്. ആ മകനെ പറ്റിയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ വലത്തെ ഭാഗത്ത് വന്നു നിന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞു, ഇന്ന ബിനി ഹാദാ സയ്യിദുൻ, എന്റെ ഈ മകൻ വലിയ നേതാവാണ്. ലഅല്ലല്ലാഹ അയ്യുസ്ലിഹ ബിഹി ബൈന ഫിഅതൈനി അളീമതൈനി മിനൽ മുസ്ലിമീൻ. ഈ മകൻ കാരണമായി പിൽക്കാലത്ത് മുസ്ലിങ്ങളിൽപ്പെട്ട 2 വിഭാഗങ്ങൾക്കിടയിൽ അള്ളാഹു ഐക്യമുണ്ടാക്കും. ഈ മകൻ കാരണമായി അള്ളാഹു ഐക്യം വരുത്തും. 30 കൊല്ലത്തിന് ശേഷമല്ലേ സംഭവം നടക്കുന്നത്? 4 ഖലീഫമാരുടെയും ഭരണകാലാവധി മൊത്തം 30 കൊല്ലമാണ്. അതിനുശേഷം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരിച്ച ശേഷം ഭരണം ഏറ്റെടുത്ത മഹാനാണ് മുആവിയ ബിൻ അബീ സുഫ്യാൻ റളിയല്ലാഹു അൻഹു. ആ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉണ്ടായ അസ്വാരസ്യങ്ങൾ പരിഹരിച്ചത് ഹസൻ റളിയല്ലാഹു അൻഹുവാണ്. ഹസൻ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ച സർവ്വ ഷർത്തുകളും മുആവിയ റളിയല്ലാഹു അൻഹു ഒന്നും ഒഴിവാകാതെ അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തു. ഞാൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്ക് ജനങ്ങൾ ആലോചിക്കുന്നത്. എന്താണ് ആലോചിക്കുന്നത്? ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ സംഭവം നടന്നപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബിനി ഹാദാ സയ്യിദുൻ വലഅല്ലല്ലാഹ അയ്യുസ്ലിഹ ബിഹി ബൈന ഫിഅതൈനി അളീമതൈനി മിനൽ മുസ്ലിമീൻ. എന്റെ ഈ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് വരുന്ന വലിയ 2 സംഘങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കും, ഒത്തുതീർപ്പുണ്ടാക്കും, രജ്ഞിപ്പുണ്ടാക്കും. ആ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനക്കേട് കാണിച്ചപ്പോ അള്ളാഹു ആഖിബത്ത് മൊത്തം മോശമാക്കി. നമ്മൾ എപ്പോഴും കരുതേണ്ട ഒരു വിഷയമാണ്, എന്തെങ്കിലും ഒരു സൂഖ് നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെട്ടു എന്ന് കൂട്ടിക്കോളൂ. ശരിക്കും അങ്ങനെ ബോധ്യപ്പെട്ടു എന്ന് കൂട്ടിക്കോളൂ. അള്ളാഹു അഫുവൊന്നും ഇല്ലാത്ത ആളല്ലല്ലോ. ഞാൻ സാങ്കല്പികമായി പറയട്ടെ, അള്ളാഹു അഫുവൊന്നും ഇല്ലാത്ത ആളല്ലല്ലോ. അപ്പൊ നമ്മൾ ഒരാളെ താറടിക്കാൻ വേണ്ടി അതങ്ങനെ സപ്ലൈ ചെയ്താൽ നഷ്ടം നമുക്കാണ്. വായിക്കുന്നവരുടെ അടക്കം നഷ്ടം നമുക്ക് തന്നെയാണ്. ആ ചെയ്ത വ്യക്തി സത്യത്തിൽ ഒരു ആലിമാകട്ടെ, ഇൽമിന്റെ ഫളില് കൊണ്ടോ അദ്ദേഹത്തിന്റെ ഇൽമ് മറ്റുള്ളവർക്ക് ഫലപ്പെട്ടതിന്റെ പേരിലോ ഉണ്ടായ സല്ലത്ത് അള്ളാഹു മാപ്പ് ചെയ്തു കൊടുത്തു. പക്ഷേ നമ്മുടെ അപവാദം കാരണം, നമ്മുടെ ദുഷ്പ്രചരണം കാരണം നമ്മൾ കുടുങ്ങിപ്പോയി. മുതലാളിയായ ഖാറൂൻ മുതലാളിയെ എന്ത് ചെയ്യണമെന്ന് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ മറുപടി, ഓ മൂസാ നബിയെ, ഭൂമിയുടെ അധികാരം നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിട്ടുണ്ട്. നിങ്ങൾ ഭൂമിയോട് കൽപ്പിക്കുക, ഭൂമി വേണ്ടത് ചെയ്തുകൊള്ളും. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാറൂനിന്റെ കൂടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ നിന്നോളൂ, അള്ളാഹുവിന്റെ ശിക്ഷ വരാൻ പോകുകയാണ്, മാറാളൊക്കെ മാറിക്കോളി എന്ന് പറഞ്ഞു. ആ സമയത്ത് കുറച്ചാൾക്കാരൊക്കെ ഖാറൂന്റെ കൂടെ നിന്നു. എങ്ങനെ നിന്നത്? ജയിച്ചാൽ കൊട്ടാരത്തിൽ ഒരു സീറ്റ് ഉറപ്പാ. വലിയ കൊട്ടാരല്ലേ. എത്രയാണ് ഖാറൂന്റെ സ്വത്ത്? ഇന്നൊന്നും അങ്ങനത്തെ മുതലാളിമാരുണ്ട് നമുക്ക് തോന്നുന്നില്ല. മാ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ. ഖാറൂനിന്റെ ഖജനാവിന്റെ താക്കോലുകൾ ചുമക്കാൻ 10 കണക്കിന് ഭാരം ചുമക്കുന്ന ഒട്ടകങ്ങളാണ്. ഖജനാവിലെ പണം ചുമക്കാനല്ല, താക്കോല് ചുമക്കാൻ. അതിലേറ്റവും അധികം പറഞ്ഞ കണക്കനുസരിച്ച് 1000 ഒട്ടകമാണ്. 1000 ഒട്ടകം ചുമക്കുന്ന താക്കോല് കൊണ്ട് തുറന്നാൽ ഖജനാവിൽ എത്ര ഉണ്ടാവും? കൊട്ടാരത്തിലെ ഒരു ഖജനാവിന്റെ ഒരു ഷെൽഫ് പോലെ നമ്മളെ നാട്ടിലേക്ക് മൊത്തം ജീവിക്കാൻ. ദിർഹമും ദീനാറുമാണ്. വെള്ളിയും സ്വർണമാണത്. മുത്തുകളും രത്നങ്ങളും മറ്റു കൃഷിയും മറ്റു സമ്പൽ സമൃദ്ധിയൊക്കെ വേറുണ്ട്. ഇത്രയും വലിയ സമ്പത്ത് അല്ലാഹു തആല കൊടുത്ത ഖാറൂൻ മുതലാളി ആ സമ്പത്തിന്റെ പേരിൽ കിബ്ർ നടിച്ച്, അഹങ്കാരം നടിച്ച്, അള്ളാഹു ബഹുമാനം നൽകിയ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം
മുർസലുകളിൽ വലിയ മഹത്വമുള്ള ആൾപ്പെട്ട ആളല്ലേ മൂസാ നബി അലൈഹിസ്സലാം. ഉലുൽ അസ്മിന്റെ കൂട്ടത്തിലും മഹത്വമുള്ള ആളുകളെ കൂട്ടത്തിൽ വലിയ സീറ്റാണ് മൂസാ നബി അലൈഹിസ്സലാമിന്. ആരാ മുർസലുകളിൽ ഏറ്റവും മഹത്വമുള്ള ആളുകൾ? മിൻഹും മൻ കല്ലമല്ലാഹ്, തിൽക്കർ റസൂലു ഫളൽനാ ബഅദഹും അലാ ബഅദ് മിൻഹും മൻ കല്ലമല്ലാഹ്. അല്ലാഹുവുമായി സംവദിക്കാൻ ഭാഗ്യം കിട്ടിയവർ അവരാണ് മുർസലുകളിൽ ഏറ്റവും ഉന്നതി പ്രാപിച്ച മഹാന്മാർ. അതിൽപ്പെട്ട മഹാനാണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. ആ മൂസാ നബിയോടാണ് ഈ കളി. മാറാൻ വേണ്ടി രണ്ടാമത് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, മാറാനുള്ളതൊക്കെ മാറിക്കോളി. അപ്പൊ കുറെ ആൾക്കാർക്ക് ഉറപ്പായി ഇത് സംഗതി ശിക്ഷ വന്നു തന്നെയാണ്. പിന്നെ വിരലിലുണ്ടാവുന്ന ആൾക്കാരുണ്ട്. മൂന്നാമതും പറഞ്ഞു, മൂന്നാമത്തെ വട്ടവും പറഞ്ഞു, മാറാനുള്ളവര് മാറിക്കോളി, ശിക്ഷ വരാൻ പോകും. പിന്നെ കുറഞ്ഞ ആളുകൾ 3-4 പേര് അങ്ങനെ ഉറച്ചു നിന്നു. പിന്നെ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ അർളു ഖുദീഹിം, ഭൂമി അവരെ ഒന്ന് തായോട്ട് പിടിക്കൂ. ഭൂമി ഒറ്റ വലിയാണ്, തായോട്ടങ്ങ് വലിച്ചു. കണങ്കാല് വരെ തായോട്ട് പോയി. യാ അർളു ഖുദീഹിം, പിടിക്കൂ ഭൂമി അവരെ മുട്ടിൻകാല് വരെ തായോട്ട് പോയി. യാ അർളു ഖുദീഹിം, പിടിക്കൂ ഭൂമി അവരെ ഊരക്കെട്ട് വരെ തായോട്ട് പോയി. പിടിക്കൂ ഭൂമി സ്തനഭാഗം വരെ തായോട്ട് പോയി. പിടിക്കൂ ഭൂമി കഴുത്ത് വരെ തായോട്ട് പോയി. കഴുത്ത് വരെ തായോട്ട് പോകുമ്പോ ഖാറൂൻ മുതലാളി പറയുന്നത്, യാ മൂസാ അല്ലാഹ അല്ലാഹ അർറഹിം, അല്ലാഹ അല്ലാഹ അർറഹിം. ഓ മൂസാ നബിയെ, അല്ലാഹനെ പേടിക്കണം. നമ്മൾ കുടുംബക്കാരല്ലയോ, നമ്മൾ സ്വന്തക്കാരല്ലയോ, ഒന്ന് രക്ഷപ്പെടുത്തണേ മൂസാ നബിയേ. അടുത്ത പിടുത്തം പിടിച്ചപ്പോൾ ചുണ്ടിന്റെ ഭാഗം വരെ തായോട്ട് വലിച്ചു. കണ്ടു നിൽക്കുന്നവരില്ലേ ആ നാട്ടില്, അവരൊക്കെ അനുഭവങ്ങൾ പിറ്റേ ദിവസം അവരൊക്കെ പറഞ്ഞില്ലേ, ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ. അല്ലാഹ് ചെയ്ത അനുഗ്രഹം കൊണ്ട് നമ്മളൊക്കെ മാറി നിന്നതാണ്, അല്ലെങ്കിൽ ഖാറൂനിന്റെ കൂടെ നമ്മളും നിലമ്പൊത്തുമായിരുന്നു. അങ്ങനെ അവസാനത്തെ വലിയും വലിച്ചു. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, അവനെയും അവന്റെ കൊട്ടാരത്തെയും ഒന്നടങ്കമാണ് ഭൂമിയിലേക്ക് ആഴ്ത്തിയത്. ഒന്നും അല്ലാഹ് ബാക്കി വെച്ചില്ല. പിറ്റത്തെ ദിവസവും ആ സന്ദർഭം, ആ വിഷയം നടക്കുന്ന സമയം നോക്കിയിട്ട് ജനങ്ങൾ പറയുന്നു, ഇന്നലെ നമ്മളും ആ ഭൂമിയിൽ ഉണ്ടായിരുന്നല്ലോ, അല്ലാഹ് ചെയ്ത അനുഗ്രഹം കൊണ്ട് മാറിയതാണല്ലോ. എന്നാൽ ഇപ്പൊ എന്താണ് ഖാറൂനിന്റെ അവസ്ഥ? അത് പറയുന്നു ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഹുവ യതജൽജലു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ അവൻ പാതാളത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. അവന് രക്ഷയില്ല. തൗറാത്ത് കണ്ട ആളാണ്, അത് പഠിച്ച ആളാണ്, നന്നായി മറ്റുള്ളവർക്ക് പ്രബോധിക്കാൻ കഴിവുള്ള ആളാണ്. അല്ലാഹു ബഹുമാനിച്ച മൂസാ നബി അലൈഹിസ്സലാമിനെ ജനമധ്യത്തിൽ താറടിച്ച് ഇല്ലാ കഥയും കെട്ടിച്ചമച്ചപ്പോ കാലകാലമായി അല്ലാഹു ദുരന്തം നൽകി. മറ്റൊരാളെ കേട്ടിട്ടില്ലേ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് ഹിദായത്ത് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു ശാപത്തിന്റെ പ്രാർത്ഥനയും കൊടുക്കാതെ, ഒരു ശിക്ഷയും കൊടുക്കാതെ, അടിച്ചതിന് പോലും തിരിച്ചൊരു അടി കൊടുക്കാതെ എത്രയോ ഷർറ് സഹിച്ച് നേതൃ പദവിയിൽ വലിയ ആളായി വർത്തിച്ച ആളല്ലേ അംറു ബിൻ ഹിഷാം എന്ന് പേരുള്ള അബൂജഹൽ. ആ അബൂജഹലിന് എന്തൊരു വിരോധമാണ്! അബൂജഹലിന്റെ ദുരന്തം എത്ര വലുതാണ്! അബൂജഹല് അവസാനവും പറഞ്ഞില്ലേ, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഞാനൊരു മെലിഞ്ഞൊട്ടിയ ശരീരക്കാരനാണല്ലോ, ആ സ്വഹാബിമാരൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തല്ലോ, എനിക്കും അതിലൊന്ന് പങ്കെടുക്കാൻ അവസരം കിട്ടിയില്ലല്ലോ.
അബ്ദുള്ള, നിങ്ങൾ പോയി നോക്കണം, നിങ്ങളൊന്ന് യുദ്ധത്തിലേക്ക് പോയി നോക്കണം, കളത്തിലേക്ക്. ആരെങ്കിലുമൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ബാക്കി വെച്ചിട്ടുണ്ടാകും, അവരെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൊണ്ട് അവരെ അങ്ങ് വെട്ടിക്കളയാം, നിങ്ങൾക്കും ഒരു ഷഹാദത്തിന്റെ ഭാഗ്യം കിട്ടട്ടെ, യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ മഹത്വം കിട്ടട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയി നോക്കുമ്പോ വലിയൊരു തടിമാടൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അയാളെ പുറത്തേക്ക് കയറാൻ വേണ്ടി ആദ്യം ഒന്ന് ശ്രമിച്ചു. അങ്ങനെ അയാളെ പുറത്തേക്ക് കയറിയിരുന്നു. നോക്കുമ്പോ അബൂജഹിലാണ്. അബൂജഹിൽ അവസാനമായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ നിന്റെ നേതാവിനോട് പോയിട്ട് അവസാനം ഒരു കാര്യം പറയണം. എന്താ പറയേണ്ടത് എന്നറിയോ? ഈ ദുനിയാവിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്ന നേരത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളത് നിന്റെ നേതാവിനോടാണ്. ആ അബൂജഹലിന്റെ തലയുമായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പന്തലിലാണ്, ബദറിലെ പന്തലിലാണ്. പന്തൽ നിന്ന സ്ഥലത്തുനിന്ന് പള്ളിയുണ്ട്, മസ്ജിദുൽ അരീഷ് എന്ന പേരുള്ള പള്ളി. ആ പന്തലിലുള്ള തങ്ങളോട് സഹാബത്തിനോട് പറഞ്ഞു, ഹാദാ റഅ്സു അബീ ജഹൽ, ഇത് അബൂജഹലിന്റെ തലയാണ്. സഹാബത്തൊക്കെ സന്തോഷം കൊണ്ട് തക്ബീർ ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്റിന്റെ സുജൂദ് ചെയ്തു. പക്ഷെ അതിൽ നിന്ന് സുജൂദിൽ നിന്ന് എണീറ്റ് സലാം വീട്ടിയ ശേഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അബൂജഹൽ അവസാനമായി പറഞ്ഞത് ഈ ദുനിയാവിൽ നിന്ന് വിടവാങ്ങുമ്പോ ഏറ്റവും വെറുപ്പും വിരോധവും ഉള്ളത് തങ്ങളോടാണ് എന്നാണ്. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഫിർഔനി അശദ്ദു മിൻ ഫിർഔനി മൂസാ, എന്റെ സമുദായത്തിലെ ഫറോവയായ അബൂജഹൽ മൂസാ നബിയുടെ ഫറോവയെക്കാളും കടുത്ത മനസ്കനായി പോയല്ലോ. ലാസ്റ്റ് ഘട്ടത്തിൽ മൂസാ നബിയുടെ ഫറോവ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു എന്നാണ്. ഇവൻ പറഞ്ഞതോ വിരോധത്തിന്റെ വാക്കുകളാണ്. ആ അബൂജഹലിനെയും കബന്ധങ്ങളെയും പൊട്ടക്കിണറ്റിലേക്ക് മറവ് ചെയ്ത ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്നിധിയിൽ വന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വൈകുന്നേര സമയം, ഓ നബിയേ, ഞാൻ ബദറിന്റെ ഭാഗത്തുകൂടെ ഇങ്ങനെ വരുമ്പോ മുശ്രിക്കുകളെ മറവ് ചെയ്ത പൊട്ടക്കിണറില്ലേ, ആ കിണറിന്റെ മുകൾ ഭാഗത്ത് വലിയ ഒരു തിണ്ടുണ്ടല്ലോ, ആ തിണ്ടിന്റെ മേലെ ഒരാളിരിക്കുന്നുണ്ട്. വലിയ തടിയുള്ള ആളാണ്. അയാളെ നേരെ അപ്പുറത്ത് വേറൊരാള് ദണ്ടും പിടിച്ച് നിൽക്കുന്നുണ്ട്, ശക്തമായി അടി കൊടുക്കുന്നുണ്ട്. ചെറിയ അടിയൊന്നല്ല, ഭയങ്കര അടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിൽ പോകുമ്പോ എന്നെ വിളിച്ചു, വെള്ളം തരുമോ എന്നുള്ള അർത്ഥത്തിൽ ആംഗ്യം കാണിച്ച് എന്നെ വിളിച്ചു, വെള്ളം വേണം വെള്ളം വേണമെന്ന് പറഞ്ഞു. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാക അബൂജഹൽ, അത് അല്ലാഹുവിന്റെ ശത്രുവായ അബൂജഹലാണ്. ഫഹുവ യുഅദ്ദബു ബിഹാദാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ശക്തമായ ദണ്ഡിന്റെ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓ സഹോദരന്മാരെ, ഇത് സത്യത്തിൽ ഏറ്റവും വലിയ ഹതഭാഗ്യരുടെ അവസ്ഥയാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ അത് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളോട് ആ വിഷയം മൊത്തത്തിൽ അല്ലാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട്. വമൻ അഅറള അൻ ദിക്രി, എന്റെ ഉത്ബോധനം ശ്രവിക്കാതെ, ഞാൻ പറഞ്ഞ വിഷയങ്ങൾ കേൾക്കാതെ മാറി മറിഞ്ഞ് യഥേഷ്ടം ജീവിക്കുന്ന ആളുകൾ, താന്തോന്നികളായി ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ഉപദേശം അവരെ ചെവിയിൽ കേട്ടിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടില്ല, അങ്ങനെ നെവർ മൈൻഡുമായി നടന്നു കളഞ്ഞ ആളുകൾ, ഫഇന്ന ലഹു മഈശതൻ ലങ്കാ, അവർക്ക് ഇടുങ്ങിയ ഒരു ജീവിതം വരാനുണ്ട്. ഖുർആൻ പണ്ഡിതന്മാര് പഠിപ്പിച്ചു, ഇടുങ്ങിയ ജീവിതം എന്ന് പറഞ്ഞാൽ ഖബറിലുള്ള ഇടുക്കമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഖബറിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, വലിയ സ്വഹാബി വരാനാണല്ലോ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഖബറിലേക്ക് വെച്ച സമയം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ നേരം നിന്നിട്ട് സുബ്ഹാനല്ലാഹ് ചൊല്ലി. കുറെ നേരം സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങളും ചൊല്ലി. തങ്ങൾ ചൊല്ലിയപ്പോ സുബ്ഹാനല്ലാഹ് ചോദിക്കാനായിട്ടില്ല, തങ്ങൾ ചൊല്ലിയില്ലേ, ഞങ്ങളും ചൊല്ലി. നിർത്താതെ ചൊല്ലാണ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാൻ തുടങ്ങി. ഞങ്ങളും ചൊല്ലി അല്ലാഹു അക്ബർ എന്ന് കുറെ നേരം ചൊല്ലി. ആ തക്ബീർ തങ്ങൾ നിർത്തി.
ശരിക്കങ്ങോട്ട് മറവ് ചെയ്ത് മീസാൻ കല്ലൊക്കെ വെച്ച് പൂർണ്ണമായപ്പോ ഞങ്ങൾ ചോദിച്ചു, നബിയേ ലിമ സബ്ബഹത സുമ്മ കബ്ബർത തവീലാ, നാളെ പോയി ചേരാനുള്ള ഖബറിനെ പറ്റിയാ പറയുന്നത്. എന്തിനാ നബിയെ തങ്ങൾ ദീർഘനേരം തസ്ബീഹ് ചൊല്ലിയത്, പിന്നെ കുറെ നേരം തക്ബീർ ചൊല്ലിയതും എന്തിനാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി ആദ്യഘട്ടത്തിൽ. ഈ നല്ല മനുഷ്യനെ, നബി തങ്ങളെ വാക്ക് നോക്ക് നിങ്ങൾ, ഈ നല്ല മനുഷ്യനെ ഖബറൊന്ന് ഇടുക്കിപ്പോയി, ഈ നല്ല മനുഷ്യനെ ഖബറൊന്ന് ഇടുക്കിപ്പോയി. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. എത്ര നല്ല മനുഷ്യനാണ്, അൻസാറുകളുടെ നേതാവാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, സാധാരണ ആളല്ല. ഇഹ്തസ്സ അർശുർ റഹ്മാൻ ലിമൗതി സഅദ് ബിൻ മുആദ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം കാരണം ആ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ലക്ഷക്കണക്കിന് മലക്കുകൾ അധിവസിക്കുന്ന അർശില്ലേ, ആ അർശൊന്ന് കുലുങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ മഹത്വമുള്ള മഹാനവറുകളെ ഖബറിലേക്ക് വെച്ചപ്പോ ഖബറങ്ങ് ഇടുക്കിപ്പോയി. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ ഖബറങ്ങ് വിട്ടപ്പോ സന്തോഷാധിക്യം കൊണ്ട് ചൊല്ലിയതാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മുഅ്മിനുകളെ, ഈമാനുള്ളവർ അങ്ങനെ ഒരു പിടുത്തം പിടിച്ചിട്ട് പിന്നെ വിടും. പക്ഷേ അവിടെയും അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഈമാനില്ലാതെ പോകുന്നവനില്ലേ, ശരിക്ക് നമ്മൾ ശ്രദ്ധിക്കണം, മുനാഫിക്കായി പോകുന്നവനില്ലേ, അതേ വിശ്വാസം തന്നെ പറ്റ പോയി കളഞ്ഞ രീതിയിൽ പോകുന്നവനില്ലേ, അവന്റെ ഇടുക്കം വിടൂല. ആ പിടുത്തം വിടൂല എന്നാണ്. ഖബറിനോട് എന്ത് ഉണ്ടിത്തള്ളി നീക്കാനാണ്? ഖബറാ കൂട്ടിപ്പിടിക്കുന്ന പിടുത്തം ഈമാനില്ലെങ്കിൽ വിടൂലാന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. ഈ പിടുത്തം തന്നെ സത്യത്തിൽ വല്ലാത്തൊരു വിഷമുള്ള തന്നെയാണ്. അതുകൊണ്ടല്ലേ തങ്ങള് ആ ഒരു പിടുത്തം, ആ ഒരു ഖബർ കൂട്ടിപ്പിടിക്കുന്ന പിടുത്തം, എന്നെ പരിചരിച്ച, എന്നെ പരിരക്ഷിച്ച, എന്റെ മാതാവിനെ പോലെ എന്നെ സ്നേഹിച്ച ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയ്ക്ക് വരരുത് എന്ന ഒരു ലക്ഷ്യം കാരണമല്ലേ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ ഖബറിൽ തങ്ങൾ ഇറങ്ങിക്കിടന്നത്. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ ഉമ്മയാണ്, അബൂ ത്വാലിബിന്റെ ഭാര്യ. നബി തങ്ങളെ പൊന്നുപോലെ സ്നേഹിച്ച മാതാവാണ്. ഭക്ഷണം വിളമ്പി വെച്ചാലും മക്കളൊക്കെ ആവശ്യപ്പെട്ടാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരട്ടെ എന്നിട്ട് തരാമെന്നാ പറയുന്നത്. അത്രത്തോളം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്നേഹിച്ച മാതാവാണ്. ആ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഒരുപാട് പരിചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്വഹാബത്ത് ശ്രദ്ധിക്കുന്നു, ഖബറൊക്കെ മിനുസപ്പെടുത്തി, തലഭാഗവും കാൽഭാഗവും ഒക്കെ വിശാലമാക്കി, ഉള്ളിലൊന്ന് ഇറങ്ങി തങ്ങൾ കിടന്നു. മയ്യത്ത് കിടക്കും പോലെ കിടന്നിട്ട് തങ്ങൾ എഴുന്നേറ്റു. ആ സമയത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബേ, എന്തിനാ തങ്ങൾ ഇങ്ങനെ കിടന്നത്? ആ സമയത്ത് പറഞ്ഞു, എന്റെ ഉമ്മാനെ ഖബറിൽ എടുക്കരുതേ. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, എല്ലാരെയും ഖബറിൽ എടുക്കുമോ? ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടണമെന്നൊരു പ്രതീക്ഷ ഞാൻ വെച്ചിരുന്നുവെങ്കിൽ ലൗ നജാ അഹദും മിൻ ലഗ്തത്തിൽ ഖബരി ലനജാ സഅദ് ബിൻ മുആദ്. ഖബറിന്റെ ഇടുക്കിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ബിൻ മുആദ് തങ്ങൾ രക്ഷപ്പെടണ്ടേ, എന്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു രക്ഷപ്പെടണ്ടേ. അവരെ പോലും ഖബർ ഇടുക്കിയിട്ടുണ്ടല്ലോ.
പക്ഷേ എനിക്ക് അവാച്യമായ സ്നേഹം തന്ന്, സംരക്ഷണം തന്ന്, ശിക്ഷണം തന്ന്, പരിചരണം തന്ന്, സ്വന്തം മക്കളെക്കാളും എന്നെ ലാളിച്ച എന്റെ ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹാ 8ാമത്തെ വയസ്സു മുതൽ ഞാൻ ഭക്ഷണം കഴിച്ചത് ആ വീട്ടിലാണ്. വിവാഹ സമയം വരെ ഞാൻ കിടന്നുറങ്ങിയത് ആ വീട്ടിലാണ്. എനിക്കെല്ലാ പരിചരണവും നൽകിയത് ആ ഉമ്മയാണ്. ആ ഉമ്മയെ എടുക്കാൻ പറ്റൂല എന്നൊരു നിശ്ചയമുള്ളത് കൊണ്ടാണ് ഞാൻ അതിലൊന്ന് കടന്ന് എഴുന്നേറ്റത്. സഹോദരങ്ങളെ, ഖബറിന്റെ ഇടുക്കം അല്ലാഹുവാണ് പറയുന്നത്. നമ്മളൊന്ന് ഉണർന്ന് ചിന്തിക്കണം. ഞാൻ ഖബറിന്റെ ശിക്ഷയുടെ സാമ്പിൾ ഇവിടെ പറയാൻ പോകുന്നുണ്ട്. ഖബറിൽ കണ്ട മുഴുവൻ ശിക്ഷകളും പറയാൻ കഴിയൂല, ചില്ലറ സാമ്പിളുകൾ പറയുന്നുണ്ട്. ഇടുക്കമുള്ള ജീവിതം ഖബറിൽ അവന് കൊടുക്കും. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. സത്യനിഷേധികളുടെ ഖബറിലാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കുന്ന നേരത്ത് ഈമാനില്ലാതെ പോയാലേ അയാളെ പേരും എന്താണ് അയാളെ പേരും? കാഫിർ എന്നാണ്. നമ്മൾ ഈ കാഫിർ എന്ന് പറയുമ്പോ അങ്ങനെ ജന്മനാ വളർന്നു വന്ന് അങ്ങനെ പോയാളെന്ന് കണക്കൂട്ടരുത്. ഈമാനില്ലാതെ പോയാൾ, കെലിമ ചൊല്ലാതെ പോയി എന്ന അർത്ഥത്തിലാണ്. കെലിമ ചൊല്ലാന്ന് പറഞ്ഞാൽ മഹാഭാഗ്യാണ്, തൗഫീഖാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആ സൗഭാഗ്യം നൽകട്ടെ. അത് ചെറിയ തൗഫീഖൊന്നുമല്ല. കെലിമ ചൊല്ലി ഒരാൾ പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾ എല്ലാരും ബോധ്യപ്പെടുത്തിയിട്ടാ പോയത് എന്നർത്ഥം. ഞാനീ പോകുന്ന എങ്ങനെ തന്നെയാണ് ബോധ്യപ്പെടുത്തിയിട്ടാ പോയത്. കെലിമ ചൊല്ലാതെയാണെങ്കിലും ഈമാൻ തെറ്റരുത്. ഈമാൻ ഏറ്റവും കൂടുതൽ ആടി ഉയരുന്ന സന്ദർഭമാണ്. നല്ല ഭദ്രമായ ഇഖ്ലാസും തഖ്വയും കാത്തു സൂക്ഷിക്കുന്നവർക്ക് മാത്രം ആ നേരത്ത് ഈമാനിനെ സുബൂത്താക്കാനും പിടിച്ചു നിർത്താനും കഴിയും, ശരിക്കുറപ്പിച്ചു നിർത്താൻ കഴിയും. അങ്ങനെ രക്ഷപ്പെട്ടവരല്ലാത്ത ആളുകൾ, അവരെ ഖബറിൽ 99 സർപ്പങ്ങളെ അള്ളാഹു ചുമതലപ്പെടുത്തുന്നു. ലങ്ക് എന്ന വാക്ക് വിശദീകരിച്ചതാണ് അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. ഫഇന്ന ലഹു മഈശതൻ ലങ്കാ, അവന്റെ ഖബറിൽ എപ്പോഴും എടങ്ങേറ് പിടിച്ച ജീവിതമാണ്, സ്വൈര്യം കെട്ട ജീവിതമാണ്. എന്താണ് ആ അസ്വസ്ഥത എന്നറിയോ? അയ്യുസല്ലത അലൈഹി 99 തിന്നീനാ, 99 വിഷസർപ്പങ്ങളാണ്. ആ സർപ്പത്തിന്റെ വിഷം ചെറുതല്ല. അതൊന്ന് പുറത്തേക്ക് വന്നിട്ടൊന്ന് നിശ്വസിച്ചാൽ, ഒന്ന് ഉച്ഛ്വസിച്ചാൽ, മാ അംബതത്തില്ലർളു ശൈആ, അതിൽ നിന്ന് ഒരു പാമ്പ് പുറത്തേക്ക് തലയിട്ടിട്ടൊന്ന് ശ്വസിച്ചാല്, ഒന്നതിന്റെ വിയർപ്പും അതിന്റെ ശ്വാസവും ഒന്ന് പുറത്തേക്ക് തള്ളിയാല് അത്ര വിഷലിപ്തമുള്ളൊരു പാമ്പ് വേറെയില്ല. ഖബറിൽ അല്ലാഹു നൽകുന്ന ഈ പാമ്പ് തൻഹശുഹു ഫിൽ ഖബരി ഹത്താ തഖൂമസ്സാഅ, അവന്റെ ഇറച്ചി എങ്ങനെ കൊത്തി കൊത്തി വലിക്കുന്നു. ഇറച്ചി ഒരു ഭാഗത്ത് തീരുമ്പോ മറ്റൊരു ഭാഗത്ത് അല്ലാഹു ഫില്ല് ചെയ്യുന്നു, പിന്നൊരു ഭാഗത്ത് തീരുമ്പോ മറ്റൊരു ഭാഗത്ത് കൊടുക്കുന്നു. ഖിയാമത്ത് നാള് വരെ ഈമാനില്ലാത്തവന് പരീക്ഷണം തന്നെയാണ്, കടുത്ത ശിക്ഷയാണ്. ജീവിതം താന്തോതിയായി പോയാൽ, ജീവിതം ലക്കും ലഗാനും കെട്ട രീതിയിൽ പോയാൽ വലിയ പരീക്ഷണമാണ് ഖബറിൽ വരാനിരിക്കുന്നത്. ചില്ലറ ദുരന്തമല്ല. ചിലതൊക്കെ ഖബർ കുഴിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മഹാമാരികളായ ദോഷങ്ങളെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അദാബൽ ഖബരി മിൻ സലാസാ, ഖബർ ശിക്ഷ 3 കാര്യം കൊണ്ടുണ്ടായിത്തീരുന്നു എന്നൊരു ഹദീസിൽ പറയുന്നുണ്ട്. അതിലൊന്ന് അൽ ഗീബതു, ഗീബത്താണ്. മറ്റൊന്ന് വന്നമീമതു, ഏഷണിയും പരദൂഷണവും പറഞ്ഞ് മൂന്നാമത്തത് പറയുന്നത് വൽ ബൗലു, മൂത്രവുമാണ്. വേറെ ഹദീസിൽ കാണാം അക്സറു അദാബിൽ ഖബരി മിനൽ ബൗൽ, ഈ 3 ഏറ്റവും അധിക ശിക്ഷ വരുന്നത് മൂത്രത്തിന്റെ പേരിലാണ്. ആളുകൾ ഇപ്പോഴും അതിൽ അശ്രദ്ധരാണ്.
ഒന്ന് ഇടത്തെ ഭാഗത്തേക്ക് കനം തൂക്കി ഇരിക്കണമെന്നും ഒന്ന് കൂറ്റനക്കണമെന്നും ഒന്ന് ശ്രദ്ധിക്കണമെന്നും പറഞ്ഞാൽ, അപ്പൊ കുറെ ആൾക്കാർക്ക് മനസ്സിലാക്കി തോന്നുന്നു. ചില ആൾക്കാരൊക്കെ പറയുന്നത് വസ്വാസാണ്. വസ്വാസല്ലത്. ഒരു തുള്ളി മൂത്രം അവിടെ ബാക്കിയുണ്ടെങ്കിൽ കൂറ്റനക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ രൂപത്തിൽ ഉള്ളിൽ അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്ന യന്ത്രങ്ങൾ അങ്ങനെയാ. നമ്മളെ ഈ ബോഡി ഒന്ന് പൊളിച്ചിട്ട് കണ്ടാൽ നമുക്ക് ശരിക്കത് തിരിയും. ഡെഡ് ബോഡി കണ്ടതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. മുമ്പൊരു എക്സിബിഷനിൽ അവിടെ ഡെഡ് ബോഡി കാണിച്ചിരുന്നു, ഹെൽത്ത് എക്സിബിഷനിൽ മെഡിക്കൽ കോളേജിൽ. അപ്പൊ അത് പല വിഷയങ്ങളും കാണാൻ കൂട്ടത്തിൽ ഇതുണ്ട് ലാസ്റ്റ്. അപ്പോഴല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറ്റ് ചെയ്ത ഫിറ്റിങ് കാണണ്ടേ ഇതിന്റെ ഉള്ളിൽ. ലോകത്തൊരു വേർമേനും അങ്ങനെ ചെയ്യാൻ കഴിയൂലട്ടോ. അങ്ങനെ ഒരു ഫിറ്റിങ് ചെയ്യാൻ ആർക്കും കഴിയൂല അള്ളാഹുവിന്റെ സംവിധാനം പോലെ. എന്തൊരു അജബാൻ! ആ സംവിധാനങ്ങളിൽ അള്ളാഹു വെച്ചിരിക്കുന്ന ഇടത്തെ ഭാഗത്തേക്കാണ് നമ്മുടെ മൂത്രത്തിന്റെ സഞ്ചി അള്ളാഹു ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഒന്ന് പ്രസ് ചെയ്താൽ പുറത്തേക്ക് വരാനുള്ളത് പെട്ടെന്ന് തള്ളിപ്പോരും. ലെവലായിട്ട് ഇരിക്കാൻ പാടില്ല, വലത്തോട്ട് തെറ്റിയും ഇരിക്കാൻ പാടില്ല, ബാക്കോട്ട് ചാഞ്ഞു ഇരിക്കാൻ പാടില്ല. ഇപ്പോഴൊക്കെ ചില വീട്ടിൽ ചാരുകസേര മോഡലാണ് മൂത്രമൊഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ സംവിധാനിച്ചിരിക്കുന്നത്. ചാരുകസേര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഒന്നങ്ങനെ തുറന്നിട്ട് ചാരാൻ പറ്റിയ രൂപത്തിൽ സംവിധാനങ്ങൾ. അങ്ങനെ ആകുമ്പോൾ ഇത് തികച്ചും പോരൂല. അങ്ങോട്ട് ഇടത്തെ ഭാഗത്തേക്ക് നമ്മൾ ചെരിഞ്ഞു കൊടുക്കണം. പെട്ടെന്നത് ബോധ്യപ്പെടുമല്ലോ. ഒരു കുപ്പിയിലെ വെള്ളം നേർക്ക് നേരെ കമത്തിയാലാണോ ചെരിച്ചൊന്ന് കമത്തിയാലാണോ സ്പീഡിൽ ഒന്നായിട്ട് പോരാ? ചെരിച്ചൊന്ന് കമത്തിയാലല്ലേ. ചെരിച്ചൊന്ന് ഒഴിച്ചാലല്ലേ പെട്ടെന്ന് പോരാ. നേർക്കിങ്ങനെ പിടിച്ചാൽ ഒരു ഇങ്ങനെ തള്ളിക്കളിക്കോടെ ഇങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ പോരൂല. ചെരിച്ചൊഴിച്ചാലോ പെട്ടെന്ന് പോരും. അതുകൊണ്ടാണല്ലോ പെട്രോൾ ഒഴിക്കുന്നു മറ്റൊക്കെ അതിന്റെ വടി കണ്ടില്ല നിങ്ങൾ ഇങ്ങനെ വളഞ്ഞ രൂപത്തിൽ ചെരിഞ്ഞിട്ട് പെട്ടെന്ന് പോകാൻ. ആ രൂപത്തിലാണല്ലോ അങ്ങനൊക്കെ സംവിധാനിച്ച് പൈപ്പുകളും മറ്റുമൊക്കെ. അങ്ങനെ തന്നെയാണ് നമ്മുടെ വയറ്റിന്റെ ഉള്ളിലെ സംവിധാനം. അപ്പൊ ഈ മൂത്രം നമ്മൾ എഴുന്നേറ്റ് വരുമ്പോ പലപ്പോഴും ഒരു തുള്ളി 2 തുള്ളി. ഇനി നിങ്ങൾക്കത് ബോധ്യപ്പെടണമെങ്കിൽ ഞാൻ മറ്റൊരു വിഷയം പറഞ്ഞുതരാം. മൂത്രത്തുള്ളി അവിടെ ഇല്ലാന്ന് തീർത്ത് പറയുന്നവരോട് നിങ്ങളൊന്ന് നേർക്കിരുന്ന് മൂത്രമൊഴിച്ച് വന്നിട്ട് ഒന്ന് മിസ്വാക്ക് ചെയ്യുന്ന സമയത്ത് അണ്ണാക്കിലേക്കൊന്ന് നാവിലേക്കൊന്ന് ഇങ്ങനെ മിസ്വാക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നീളത്തിൽ ചെയ്യുന്ന നേരത്ത് ഒന്ന് കുരച്ചു നോക്കൂ, ഒരു ഫ്രഷ് തുണി എടുത്തിട്ട്. എന്നാൽ നിങ്ങൾക്ക് കാണാം 1 2 തുള്ളി തങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തെറിച്ചിട്ടുണ്ടാവും. അത് പുറന്തള്ളി പോന്നാണത്. കാരണം അവിടെ ഒച്ച ഉണ്ടാക്കിയപ്പോ നേരെ അവിടെ ഒരു ഉന്തും തള്ളും ഉള്ളിലേക്ക് വന്നപ്പോ പുറത്തേക്ക് വന്നു. ഇത് നമ്മുടെ നടത്തത്തിൽ, നമ്മുടെ മറ്റു കാര്യങ്ങളിൽ, നമ്മുടെ റുക്കോയിലും മറ്റുമൊക്കെ ഇത് പുറത്തേക്ക് വരിക. പക്ഷെ ഒരു തുള്ളി ആയതുകൊണ്ട് അല്ലെങ്കിൽ 2 തുള്ളി ആയതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. മൂത്രം ശരിക്കും ശ്രദ്ധിക്കണം. പറഞ്ഞത് കൊണ്ട് സഹോദരിമാരോടും പറയട്ടെ, മൂത്രമുള്ള തുണിയും ബാക്കിയുള്ള തുണിയും ഒക്കെ കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് അലക്ക് മെഷീന്റെ ഉള്ളിൽ, വെള്ളവും അതിന്റെ ഉള്ളില്, ഉണങ്ങലും അതിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ, ഒക്കെ അതിന്റെ ഉള്ളിൽ. നല്ല ശുദ്ധിയുള്ള വസ്ത്രം പോലും ഇപ്പൊ പുറത്തേക്ക് വരുന്നത് നജസായിട്ടാണ്. മൂത്രത്തുണി അതിന്റെ ഉള്ളിലേക്ക് ഇടരുത്. അതൊരു ബക്കറ്റ് വെള്ളത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയി മുക്കിയാൽ ആ വെള്ളം മൊത്തം നജസായി. ആ തുണി ഇങ്ങനെ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ അതിന്റെ മേലെ കൂടി ഒഴിച്ചിട്ട് ആദ്യം ആ നജസ് കളയണം. പിന്നെ സോപ്പ് തേക്കണമെങ്കിൽ തേച്ചോളി, തേക്കണമെങ്കിൽ തേക്കണ്ട. അങ്ങനല്ല പതിവ്. അതൊക്കെ കൂടി ഒരു ബക്കറ്റിലിട്ടിട്ട് അങ്ങോട്ട് കലക്ക സമാവാത്തിയാക്കിയിട്ട് അങ്ങോട്ട് അലക്കും. അല്ലെങ്കിൽ അതൊക്കെ മെഷീൻ്റെ ഉള്ളിൽ എളുപ്പമല്ലേ, അവിടെ വേറെ പണിയുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ മെഷീൻ്റെ ഉള്ളിൽ കിട്ടും. ഒന്ന് ഓൺ ചെയ്ത് അതിന്റെ വർക്ക് അതങ്ങനെ നടത്തിക്കോളും. ഒന്ന് ഉണങ്ങിയെടുത്ത് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയെടുത്ത് പുറത്തേക്ക് ഇട്ടാൽ മതി. കാഴ്ചപ്പാടിലൊക്കെ ശുദ്ധിയായി, തത്വത്തിലും ഹുക്കുമിലും മസയിലും ഒക്കെ നജസായി. പിന്നെ അതുകൊണ്ട് നമ്മൾ നിസ്കരിച്ചാൽ എന്താ ഫലം ഉണ്ടാകുക? വീട്ടിന്റെ ഉള്ളും ഒക്കെ എല്ലാം ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട തന്നെയാണ്. വസ്ത്രം, മൂത്രം, നജസ് എന്ന് പറയുന്നത് വളരെ കാര്യഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അവിടെ ഇരുന്ന് അദാബാകാനല്ല അത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ശിക്ഷ കണ്ട 2 ആൾക്കാരെ പറ്റി പറഞ്ഞു. ഒരാളാരാ? ഫൈന്നഹു കാന ലാ യസ്തബിഉ മിനൽ ബൗൽ. 2 പച്ച കൊള്ളി എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുത്തിക്കൊടുത്തു. ഈ കൊള്ളിയുടെ തസ്ബീഹിന്റെ അത്രയും കാലത്തോളം ഈ ഖബറാളികൾക്ക് ശിക്ഷയിൽ നിന്ന് ലഘൂകരണം കിട്ടും. അതിൽ ഒരാള് ഫൈന്നഹു ലാ യസ്തബിഉ മിനൽ ബൗൽ, മൂത്രം ശരിക്കും ഒഴിവാക്കാറില്ല.
എപ്പോ ഒഴിച്ചാലും കുറച്ചവിടെ ബാക്കി ഉണ്ടാകലുണ്ട്. അത് ശരീരത്തിലിട്ടും വസ്ത്രത്തിലിട്ടും അങ്ങനെ ഈ നജസായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് നിസ്കരിച്ചതും സുജൂദ് ചെയ്തതും ഓതിയതും ഒക്കെ. അപ്പൊ ഒന്നും സ്വീകരിക്കാത്ത രൂപത്തിൽ പോയി പിന്നെ അമലൊന്നും കാണാനില്ല കാര്യമായിട്ട്. അത് വല്ലാത്ത ഇടങ്ങേറാണ്. നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഹദീസിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി എത്ര വ്യക്തമായിട്ടാ നമുക്ക് കാര്യങ്ങൾ തിരിയുന്നത്. മാ മിൻ മയ്യിത്തിൻ യമൂത് വഹുവ യസ്രിഖു. കട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മരിച്ചു എന്ന് നിങ്ങൾ കൂട്ടിക്കോ. ഇപ്പൊ അങ്ങനത്തെ രൂപങ്ങൾ വരുന്നുണ്ട്. ഷോക്കേറ്റ് മരിച്ചു, കൃത്യം നടത്തിക്കൊണ്ടിരിക്കാണ്, കട്ടുകൊണ്ടിരിക്കാണ്. ഔ യസിനി, അല്ലെങ്കിൽ സിന ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചത്. ഔ യശ്റബു, കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോ മരിച്ചു. അല്ലേ വാർത്തകളില്ലേ? ഞാൻ മറ്റു കട്ടിങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെട്ടത്, വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാ മരണപ്പെട്ടത്, കട്ടുകൊണ്ടിരിക്കുമ്പോഴാ മരണപ്പെട്ടത്. ഔ യഅതി ശൈഅൻ മിൻ ഹാദിഹി, ഇതുപോലെ ഏതെങ്കിലും ഒരു അനാവശ്യ കൃത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാ മരിച്ചത്. ഇല്ലാ ജഅല മജ്മഅഹു ശുജാഅൻ, അവനോടൊപ്പം ഖബറിൽ അല്ലാഹു രണ്ട് പാമ്പുകളെ കൊടുക്കും. യൻഹിശാനിഹി ഫീ ഖബരിഹി, അവന്റെ ഖബറിൽ സദാ കുത്തിക്കൊണ്ടിരിക്കും, സദാ കടിച്ചുകൊണ്ടിരിക്കും. ആ പാമ്പുകൾ വേറിട്ട് കിട്ടൂല. ദുരന്തം തന്നെയല്ലേ ഖബറിൽ അനുഭവിക്കുന്നത്. അതേ രൂപത്തിൽ വിശ്വാസം തെറ്റുന്ന ആളുകളുടെയും കഥ അങ്ങനെ തന്നെയാണ്. ബാപ്പയോട് ഉമ്മയോട് പൊരുത്തക്കേടായിട്ട് മരിച്ചുപോയി ഖബറിലെത്തുന്ന ആളുടെയും കഥ അങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട അവാമ ബിൻ ഹൗശബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ഒരു ദിവസം കുറെ ആളുകൾ ഒരു ഗോത്രത്തിന്റെ സമീപത്ത് പോയി ഇറങ്ങി. ആ ഗോത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മഖ്ബറയുണ്ട്. വൈകുന്നേരം അസ്ർ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു ഖബറതാ പൊട്ടി വിടർന്നു. ആ ഖബറിന്റെ ഉള്ളിൽ നിന്നൊരാൾ പുറത്തേക്ക് വരുന്നു. ഒരു മനുഷ്യനാണെന്ന്, ഒരു പുരുഷനാണെന്ന് തോന്നുന്നുണ്ട്. റഅ്സുഹു റഅ്സു ഹിമാർ, അവന്റെ തല കഴുതയുടെ തലയാണ്, കഴുതന്റെ തലയാണ്. വജസദുഹു ജസദു ഇൻസാൻ, മറ്റു ഭാഗങ്ങളൊക്കെ മനുഷ്യന്റെ ബോഡിയാണ്. പുറത്തേക്ക് വന്നിട്ട് ഫനഹഖ സലാസനഹഖാത്ത്, 3 പ്രാവശ്യം കഴുത അലറും പോലെ അലറി. പിന്നെ ഉള്ളിലേക്ക് പോയി. സുമ്മൻ ത്വബഖഅലൈഹിൽ ഖബ്റു, ഖബർ ഓട്ടോമാറ്റിക്കായി കൂടി. പിന്നെ തുറന്നതൊന്നും കാണുന്നില്ല. ഞാൻ അതിനെപ്പറ്റി ചോദിച്ചു കണ്ട ഒരാളോട്. ആ സമയത്ത് അയാൾ എന്നോട് പറഞ്ഞു, അവാമ ബിൻ ഹൗശബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നഹു കാന യശ്റബുൽ ഖംറ, ഇയാള് മദ്യപിക്കുന്ന ആളായിരുന്നു. വൈകുന്നേരം വീട്ടിൽ വന്നപ്പോ ഉമ്മ ഉപദേശിച്ചു, മോനെ ഇത്തഖില്ലാഹ യാ വലദീ, മോനെ അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കണം, അള്ളാനെ പേടിച്ച് ജീവിക്കണം. ആ സമയത്ത് ഉമ്മയോട് മദ്യപാനിയായ അവൻ പറഞ്ഞു, ഇന്നമാ അന്ത തൻഹഖീന കമാ യൻഹഖുൽ ഹിമാർ, തള്ളേ കഴുത കുരക്കും പോലെ കുരക്കുകയാണോ, കഴുത അലറും പോലെ അലറുകയാണോ? അത് പറഞ്ഞ് പൊരുത്തപ്പെടിക്കുന്നതിന്റെ മുമ്പ് അന്ന് അസുറിന് ശേഷം ആ മകൻ മരണപ്പെട്ടു. ആ മരണപ്പെട്ട സമയത്ത് എന്നും, ഇന്നല്ല എന്നും ഈ ഖബർ ഇങ്ങനെ പിളരും, ഒരു തല ഇങ്ങനെ പുറത്തേക്ക് വരും, 3 വട്ടം ഇങ്ങനെ കുരക്കും, ഉള്ളിലേക്ക് പോയി അങ്ങനെ മൂടും. ഇപ്പൊ ആരാ സാക്ഷാൽ കഴുതയുടെ പരുവത്തിലായത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബാപ്പാന്റെ ഉമ്മാന്റെ രൂപത്തിൽ ഉമ്മാനോട് കാണിക്കുന്ന ഗുരുത്തക്കേട് കൊണ്ട് ഖബറിന്റെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടോ? അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. സത്യത്തിൽ ഒരു വാക്കല്ലേ പറഞ്ഞ, അടിച്ചിട്ടൊന്നുമില്ല, അടിച്ചിട്ട് മാതാവിനെ തള്ളിയിട്ടിട്ടൊന്നുമില്ല, കണ്ണീര് കുടിപ്പിച്ചിട്ടൊന്നുമില്ല, ഒറ്റ വാക്കാ പറഞ്ഞത്, ഇന്നമാ അന്ത തൻഹഖീന കമാ യൻഹഖുൽ ഹിമാർ, കഴുത അലറും പോലെ തള്ളേ നിങ്ങൾ അലറാണോ എന്നൊരൊറ്റ വാക്കിന് കിട്ടിയ ഫലം നോക്ക്, നരകയാതന നോക്ക്. ഖബറിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്വസ്ഥതയുണ്ടോ? ഇത് ഒറ്റ സംഭവമാണ്, ധാരാളം സംഭവം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനെ കുറ്റം പറയുന്നവരില്ലേ നാട്ടില്?
സ്വഹാബിമാര് ദീനിൽ തെളിവല്ല എന്ന് ആക്രോശിക്കുന്നവരില്ലേ, അവർക്ക് ഖബറിന്റെ ഉള്ളിൽ സുഖം കിട്ടുന്നു കരുതണ്ട കേട്ടോ. സ്വഹാബത്തിനൊന്നും അംഗീകരിക്കാൻ പറ്റൂല. നബിതങ്ങൾ ചെയ്തതുണ്ടെങ്കിൽ പറയൂന്ന് പറയും. കണ്ടാ വിചാരിച്ചു മൂന്ന് സ്വഹാബത്തിന്റെ കാലത്ത് ജീവിച്ചിങ്ങോട്ട് വന്നതാണ് എന്ന് കരുതും. തെളിവ് ചോദിക്കുന്നത് കേട്ടാൽ അത് സ്വഹാബത്തിനെ പുച്ഛമാക്കി പറയുന്ന സ്വഭാവമാണ്. ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു റിപ്പോർട്ടിൽ കാണാം, ഞാൻ ജീവിക്കുന്ന കാലത്ത് അബൂ ഇസ്ഹാഖ് എന്നവർ വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്. ഒരു മയ്യിത്തിനെ കുളിപ്പിക്കുന്നിടത്തേക്ക് എന്നെ ക്ഷണിച്ചു കുളിപ്പിക്കാൻ വേണ്ടി. ഞാൻ മുഖമൊന്ന് തുറന്നു നോക്കി, കുളിപ്പിക്കാൻ വേണ്ടി റെഡിയാക്കാൻ വേണ്ടിയാണ്. അയാളെ തൊണ്ടയിൽ ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റിക്കൂടി നിൽക്കുന്നു. എത്ര ആട്ടിട്ടോ പാമ്പ് പോണില്ല, എത്ര ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് പാമ്പ് പോകുന്നില്ല. കൂടുതൽ ആരെങ്കിലും ആട്ടുമ്പോഴേക്ക് പാമ്പ് ഇങ്ങനെ അതിന്റെ പത്തി വിടർത്തി കൊത്താൻ വേണ്ടി നോക്കുക. അപ്പൊ ജനങ്ങളൊക്കെ പറഞ്ഞു, പാമ്പ് വരാനുള്ള കാരണം അന്നഹു കാന യസുബ്ബു സ്വഹാബ റളിയല്ലാഹു അൻഹു. മനുഷ്യൻ സ്വഹാബത്തിനെ ചീത്ത പറയുന്ന ആളായിരുന്നു, സ്വഹാബത്തിനെ കുറ്റം പറയുന്ന ആളായിരുന്നു. മരിച്ചപ്പോഴേക്ക് അല്ലാഹു തആല അവന്റെ ദുരിതത്തിന്റെ കഥ ദുനിയാവിൽ വെച്ച് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. നല്ല രൂപത്തിൽ ജീവിക്കണം, അല്ലെങ്കിൽ ഖബർ ജീവിതം മോശമാണ്. നല്ല രൂപത്തിൽ ജീവിക്കണം, അല്ലെങ്കിൽ ദുരിതമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ഒരു കൂട്ടം ആളുകൾ ഹജ്ജ് ചെയ്ത് മടങ്ങുന്നവർ വന്നു. ഒരു ദിവസം ഹജ്ജ് കഴിഞ്ഞിട്ട് പോരുന്ന ഒരുപാട് ആളുകളാണ്. അവര് വന്നിട്ട് പറയുന്നു, ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് വരികയാണ്, ഞങ്ങളോടൊപ്പം ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, വരുന്ന വഴിക്ക് വെച്ച് അദ്ദേഹം മരണപ്പെട്ടു, ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ചു, അദ്ദേഹത്തിന് ജനാസ നിസ്കരിച്ചു, ഒരു ഖബർ ഒരുക്കി. ഖബറിന്റെ പണിയൊക്കെ പൂർത്തിയാക്കി ഞങ്ങൾ മുകളിലേക്ക് കയറിയപ്പോ ഒരുപാട് പുലികൾ ഖബറിലുണ്ട്. ഒന്നും രണ്ടുമല്ല, പല ഭാഗത്തും വന്നുകൂടി നിൽക്കുകയാണ് പുലികൾ. പുലികൾ വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ ആ ഖബർ ഒഴിവാക്കി മറ്റൊന്ന് കുഴിച്ചു, അപ്പോൾ അതിലും അങ്ങനെയുണ്ട്. വേറൊന്നൊഴിവാക്കി ഞങ്ങൾ കുഴിച്ചു, അതിലും അങ്ങനെയുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതിരുന്നപ്പോ നിങ്ങൾ എടുത്തു വന്നതാണ്, നിങ്ങൾ പറയും പോലെ ചെയ്യാം. അപ്പൊ ഇബ്നു അബ്ബാസ് തങ്ങൾ എന്താ പറയുന്നത് എന്നറിയോ? ശരിക്ക് നമ്മൾ ശ്രദ്ധിച്ചോളൂ. അതെ, പൊതുമുതൽ കക്കുന്ന ആളുകൾ ശരിക്ക് ശ്രദ്ധിക്കണം, പൊതുമുതൽ കക്കുന്ന ആളുകൾ ശരിക്ക് ശ്രദ്ധിക്കണം. സ്വസ്ഥമായി ഖബറിൽ കിടക്കാൻ പറ്റൂല. പാലം പണിക്ക് സർക്കാർ 10 കോടി പാസ്സാക്കിയിട്ട് അവനാന് കിട്ടാൻ കുറെ വിഹിതയിലുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് തകരാറൊന്നുമില്ല, കിട്ടിക്കോട്ടെ. പക്ഷെ പിള്ള പാലത്തിന്റെ അളവ് പിന്നെയും ഒരു അരമുഴം കുറക്കണോ? പിന്നെ അതിന് പിന്നെ എടുക്കണോ? എത്ര പാലങ്ങളുടെ അളവിലാണ് കൃത്രിമം റിപ്പോർട്ട് വന്നത്? എത്ര റോഡിന്റെ പണിയിലാ കൃത്രിമ റിപ്പോർട്ട് വന്നത്? എത്ര പാത ഒരുക്കിയതിലാണ് ലക്ഷങ്ങൾ അഴിമതി വന്ന റിപ്പോർട്ട് വന്നത്? അവർക്കൊക്കെ കിട്ടുന്നൊരു വിഹിതം കിട്ടുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, വാങ്ങിക്കോട്ടെ, നമുക്ക് തയ്യാറൊന്നുമില്ല. അങ്ങനെ ഉണ്ടേക്കും, അങ്ങനെ നിശ്ചയിച്ചുകൊണ്ട് പണിക്കിറങ്ങിയോണ്ടല്ലേ, നമുക്ക് തയ്യാറൊന്നുമില്ല, കിട്ടുന്ന ആൾക്കാരുടെ അസുഖമൊന്നുമില്ല. പക്ഷെ ആവശ്യത്തിൽ അപ്പുറം പിന്നെയും എടുക്കണം. അതെന്താ? അതിനാണ് അവിഹിതം എന്ന് പറയുന്നത്. പൊതുമുതൽ അവിഹിതമായി സ്വീകരിക്കരുത്. ഒരു തുണ്ട് പോലും സ്വീകരിക്കരുത്. അറിയാതെ വാങ്ങിയവരുണ്ടെങ്കിൽ കൊടുത്തേക്കണം, തൗബ ചെയ്യണം. നാട്ടിലൊക്കെ കൃഷിനാശം സംഭവിക്കുമ്പോൾ സർക്കാരിന്റെ വക ഫണ്ട് വരാറുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ പോയിട്ട് കിട്ടുന്ന എല്ലാം ഇങ്ങോട്ട് പോരട്ടെ എന്ന് എഴുതിയിട്ട് എഴുതി കൊടുക്കാൻ നിൽക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ എഴുതി കൊടുത്താൽ മതി. എന്റെ 40 തെങ്ങ് ഒടിഞ്ഞു വീണിട്ടുണ്ട്, കൃഷിനാശാണ്, നഷ്ടപരിഹാരമാണ്. അപ്പൊ കണക്കെടുപ്പിന് നോക്കാൻ വേണ്ടി ഒരാൾ വരികയാണ്. അപ്പൊ 3 തെങ്ങ് ഇങ്ങനെ സുജൂദിലേക്ക് എത്തിയില്ല, റുക്കുവിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് 3 എണ്ണം. എഴുതി കൊടുത്ത 40 എണ്ണം. 3 എണ്ണം ശരിക്കും ഒടിഞ്ഞു, പറ്റൊടിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി ഉപകാരം ഒന്നും ഉണ്ടാകൂല, അതിന് ഉണങ്ങിയാൽ കത്തിക്കാനേ പറ്റുള്ളൂ, തേങ്ങ ഒന്നും കിട്ടൂല. ശരിയാ, എഴുതി കൊടുത്ത എത്ര എണ്ണം? 40 എണ്ണം. ഞാൻ ഉദാഹരണം പറയാം. ബാക്കി 37 എണ്ണത്തിനുള്ള പണം അവിഹിതമാണ്, പൊതുമുതലാണ്, ആരാന്റെ സ്വത്താണ്. കണക്കേതാമെന്നവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ എഴുതിക്കോളി. അയാളെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തൊരു ചെറുത്, നിങ്ങൾ എഴുതിക്കോളി, കിട്ടുമ്പോഴല്ലേ നോക്കാം.
അതൊക്കെ ഇവിടെ വെച്ച് കഴിയും. ഇബ്നു അബ്ബാസ് തങ്ങളെ ഹജ്ജ് ചെയ്തു വരുന്ന ഹാജിയാണിത്. മക്ക കണ്ട് തൊവാഫ്, ഇദാന്റെ തൊവാഫും കഴിഞ്ഞ് വരുന്ന ഹാജിയാണ്. അള്ളാഹുവിന്റെ കഅബയോടാണ് അവസാനമായി യാത്ര പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ഒരാൾക്കാണ് ഖബർ കുഴിച്ചിട്ടതിൽ സിംഹങ്ങളെ കാണുന്നത്. സാധാ ആളല്ല. അള്ളാഹു പൊറുക്കണമെങ്കിൽ ബൈത്തുൽ അതീഖല്ലേ മോചനം നൽകുന്ന ഗേഹമല്ലേ പരിശുദ്ധമായ കഅബ. അതിനെന്നെ അതീഖ് എന്ന് അള്ളാഹു പേര് കൊടുത്തിട്ടില്ലേ? ആ കഅബയുടെ ചാരത്തുനിന്നാണ് വരുന്നത്, ഒരു സാധാ സ്ഥലത്തുനിന്നല്ല. പക്ഷേ എന്നിട്ട് കുടിക്കുന്ന ഖബറുകളിൽ മുഴുവനും പണി തീരുമ്പോഴേക്ക് സിംഹങ്ങൾ വന്നുപോയി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ദാലിക്കൽ ഗുല്ലു അല്ലദീ യഗില്ലു ബിഹി, പൊതുമുതലിൽ നടത്തുന്ന വഞ്ചന കൊണ്ട് വന്നതാണ്. എന്നിട്ട് പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി ലൗ ഹഫർതുമുൽ അർള കുല്ലഹാ, ഭൂമി മൊത്തം നിങ്ങൾ എവിടെ അദ്ദേഹത്തിന് വേണ്ടി കുടികുടിച്ചാലും ലവജത്തുമൂഹു ഫിഹാ, ആ കുടികളിലൊക്കെ സിംഹങ്ങളെ കാണാൻ പറ്റും. പിന്നെന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ അങ്ങനത്തെ ഒരു കുഴിയിലേക്ക് തന്നെ മറവ് ചെയ്ത് പോകുന്നുള്ളൂ. ലാസ്റ്റ് അവർ ചെന്ന് നോക്കുമ്പോ സിംഹങ്ങളൊക്കെ തലയിട്ടിരിക്കുന്ന ഈ മയ്യത്തിനങ്ങോട്ട് വെക്കാൻ നേരത്തെ അവകളൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറിക്കൊടുത്തു. വന്ന് കിടക്കട്ടെ ബാക്കി എന്നിട്ടാകാമെന്ന് കരുതിയിട്ട്, എന്നിട്ട് അങ്ങോട്ട് മൂടിപ്പോന്നു. ഇത് പച്ചയായിട്ട് കാണല്ലേ സഹോദരന്മാരെ താബിയുകൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എവിടെയാ നമുക്ക് പോയി കിടക്കാനുള്ളത്? അള്ളാഹു സലാമത്ത് നൽകട്ടെ. ഇത്തരത്തിൽ അവിഹിതങ്ങളിലൊന്നും പെട്ടുപോകരുത്. വളരെയധികം നീറുന്ന പ്രശ്നങ്ങളാണ് ഖബറെന്ന് പറയുന്ന മഹാലോകത്ത് കാണാനൊരുങ്ങുന്നത്. കറക്റ്റായി പോകുമ്പോൾ മാത്രമേ അവിടെ സലാമത്തും രക്ഷയും റാഹത്തും ഒക്കെ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ കാര്യം പോക്കാണ്. ഇത് മാത്രമാണോ? മഹാന്മാര് പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സ്വദഖത്ത് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഡമസ്കസിലെ കുറെ പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി അവർ യാത്ര പോകുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടു വഴിവക്കിൽ വെച്ച്. ഞങ്ങൾ ഒരു സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് കുടിവെട്ടാൻ വേണ്ടി മഴു വാങ്ങി, വായ്പ വാങ്ങിയതാണ്. മഴു തിരിച്ചു കൊടുക്കും. ഞങ്ങളുടെ കയ്യിലൊന്നും ഞങ്ങൾ മഴു സൂക്ഷിച്ചിട്ടില്ല. ഒരു പുരക്കാരിൽ നിന്നൊരു മഴു വാങ്ങി. അങ്ങനെ ഖബർ കുഴിച്ചു. ഈ മഴു ഖബറിന്റെ ഒരു മൂലയിൽ നിന്ന് എടുക്കാൻ ഞങ്ങൾ മറന്നുപോയി. അത് ആ ഖബറിന്റെ ഉള്ളിലേക്ക് തന്നെ സത്യത്തിൽ ഈ മയ്യത്തിനെ വെച്ചിട്ടുണ്ട്. ഇനി ആ ഖബർ മാന്തണമല്ലോ, കാരണം ഇത് മറ്റൊരാളുടേതാണ്. മസ്അലയും അങ്ങനെയാണ്. ഒരാളുടെ പണം ഖബറിലേക്ക് ദിർഹം വീണുപോയാൽ മറ്റേ ആരെങ്കിലും ഒരാൾ ആവശ്യപ്പെട്ടാൽ കുഴിച്ചു കൊടുക്കണം. സ്വന്തത്തിനാണെങ്കിൽ വേണമെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ വിട്ടേക്കാം. ഇത് വായ്പ വാങ്ങിയതല്ലേ മഴു, അതെടുക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് കുഴിച്ചു നോക്കുമ്പോ കുറച്ചു സമയം മുമ്പ് വെച്ച മനുഷ്യനാണല്ലോ. അപ്പണ്ഡിതന്മാര് പറയുന്നു, അദ്ദേഹത്തിന്റെ കൈയും അദ്ദേഹത്തിന്റെ 2 കാലും പരടിയിലേക്ക് അങ്ങ് കൂട്ടിക്കെട്ടിയിട്ട് അതാ ഈ കോടാലി അദ്ദേഹത്തിന്റെ നടുവിലൂടെ തുളച്ചു വെച്ചിട്ടുണ്ട്. ഈ മഴു ആ മനുഷ്യന്റെ ഹൽക്കിന്റെ ഭാഗത്ത്, തൊണ്ടയുടെ ഭാഗത്ത് കെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. കാലും കൈയും മൊത്തം പരടിയിലേക്ക് കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ കഫൻ ചെയ്ത് ഖബറിൽ വെച്ച മയ്യിത്തല്ലേ. ഇത് കണ്ട ഉടനെ തന്നെ ഞങ്ങൾ മണ്ണി നീക്കി. ആ ജനങ്ങൾക്ക് ഈ മഴുവിന്റെ വില കൊടുത്ത് ഞങ്ങൾ തൃപ്തിപ്പെടുത്തി. പോകുന്ന വഴിക്ക് ഭാര്യയോട് ചോദിച്ചു, ഭർത്താവിന്റെ ഹാലെന്താണ്? അപ്പൊ ഭാര്യ പറഞ്ഞു, സ്വഹിബഹു റജുലുൻ, എന്റെ ഭർത്താവിന്റെ കൂടെ ഒരാൾ യാത്ര ചെയ്തിരുന്നു. അയാൾ കൂടെ നന്നായി പണമുള്ള ആളായിരുന്നു. അയാൾ എന്റെ ഭർത്താവിന്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ഒരാൾ നല്ല പണക്കാരനാണ്. അയാളെ കൊന്നിട്ട് ആ പണം എന്റെ ഭർത്താവ് എടുത്തു. ആ മനുഷ്യൻ ഹജ്ജ് ചെയ്യുന്ന ആളായിരുന്നു. ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തിരുന്ന നല്ല മനുഷ്യനായിരുന്നു. ആ മനുഷ്യന്റെ പണമെടുത്ത് അയാളെ കൊന്നുകളഞ്ഞു. അതിന് കിട്ടുന്ന തിക്തമായ ഫലമാണ്.
നഊദു ബില്ലാഹ്, എത്ര ഗൗരവമാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ഖബറിന്റെ ചാരെ ഒരാൾ വന്ന് വിസർജിച്ചു. ഖബറിൻ പുറത്തോ അതിന്റെ പരിസരത്തോ വിസർജിക്കാൻ പാടില്ല, മൂത്രൊഴിക്കാൻ പാടില്ല. കാരണം മനുഷ്യനോടുള്ള ബഹുമാനമാണ്. പ്രത്യേകിച്ച് മുസ്ലിമിനോട് ബഹുമാനം വേണ്ടേ? മുസ്ലിങ്ങളിൽ ശ്രേഷ്ഠരല്ലേ നബി കുടുംബക്കാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഒരാൾ വിസർജിച്ചു. വിസർജിച്ച് കഴിഞ്ഞ ഉടനെ അയാൾക്ക് അങ്ങ് ഭ്രാന്ത് പിടിച്ചു. പിന്നെ അയാൾ നായ കുരക്കും പോലെ കുരക്കാൻ തുടങ്ങി. പേ ഇളകിയ നായ എന്തെല്ലാം കാണിക്കോ അതൊക്കെ ഇയാൾ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ അയാൾ മരണപ്പെട്ടു. കുറച്ചു കാലം അങ്ങനെ കുരച്ച് നടക്കാണ്. നായ കുരക്കും പോലെ, സാക്ഷാൽ നായ കുരക്കൽ, അങ്ങനെ കുഴക്കും പോലെ കുരക്ക്. പിന്നെ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ ഫസുമിയ ഫീ ഖബരിഹി യഅവി വയസീഹ്, അതേ നായ കുരക്കുന്ന ശബ്ദം അയാൾ അടക്കം ചെയ്ത ഖബറിൽ നിന്നും കേൾക്കുന്നു. ജീവിതത്തിൽ മാത്രല്ല, മരണത്തിൽ മാത്രല്ല, ഖബറിന്റെ ഉള്ളിലും അതേ രൂപം കേൾക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഇങ്ങനെ വിശദീകരിച്ചാൽ തീർത്താൽ തീരാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് നമ്മോട് ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ ശരിക്ക് ചിന്തിക്കണം. നിസ്സാര പ്രശ്നങ്ങൾക്ക് വരെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു, അബാൻ ബിൻ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്കൊരു അയൽവാസി ഉണ്ടായിരുന്നു. ആ അയൽവാസി മരിച്ചപ്പോൾ ഞങ്ങൾ എല്ലാത്തിനും കൂടിക്കൊടുത്തു. അയൽവാസിയല്ലേ മരിച്ചത്. അയാളെ ജനാസ കുളിപ്പിക്കുന്നതിനും കഫൻ ചെയ്യുന്നതിനും ഖബറിലേക്ക് ഏറ്റിക്കൊണ്ടുവന്നതിനൊക്കെ അയൽക്കാരെന്ന നിലയ്ക്ക് ഞങ്ങൾ കൂടിക്കൊടുത്തു. അബാൻ ബിൻ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഞങ്ങൾ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ, ഖബറിലേക്ക് അങ്ങോട്ട് മയ്യത്ത് താത്തുന്ന സമയത്ത് ഖബറിൽ ഉണ്ട് ശബീഹും ബിൽ ഹർ, പൂച്ചയോട് സാമ്യമുള്ള ഒരു ജീവിയുണ്ട്. തായോട്ട് മയ്യത്ത് ഇറക്കി വെക്കുമ്പോഴാ കാണുന്നത്, ഞങ്ങൾ എത്ര ആട്ടി നോക്കിയിട്ടും അത് പോകുന്നില്ല. ഞങ്ങൾ വേറൊരു കുഴി കുടിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊരാള് മറ്റൊരു ഭാഗത്ത് കുടിക്കാൻ തുടങ്ങി. കുടിച്ചപ്പോൾ ആ ഖബറിലും അങ്ങനെ തന്നെ പൂച്ചയുടെ സാമ്യമുള്ളൊരു ജീവി വന്നു. അയാൾ ആട്ടാൻ നോക്കിയപ്പോൾ, ആ ജീവിയെ ആട്ടാൻ വേണ്ടി നോക്കിയപ്പോ അതിങ്ങോട്ട് ചാടാൻ നോക്കുന്നു, കടിക്കാൻ വേണ്ടി. എത്ര ഖബർ കുഴിച്ചിട്ടും മാറ്റമില്ലല്ലോ. അപ്പൊ കൂടി നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ എത്ര കുഴിച്ചിട്ടും കാര്യമില്ല, ഏതെങ്കിലും ഒരു ഖബറിൽ മറവ് ചെയ്യുകയാണ് നല്ലത്. ഫലമ്മാ സുവ്വിയ അലൈഹിൽ ലബിനു, ഇഷ്ടികകളൊക്കെ വെച്ചിട്ട് അടിയിലെ ഖബറിന്റെ മേലെ, ഈ ഖബറിന്റെ മേലെ ഇഷ്ടിക വെച്ച് മണ്ണ് മുകളിലേക്ക് ഇടുമ്പോൾ സമിഅനാ ഖഅഖഅതൻ അദീമാ, ഘോരമായ ശബ്ദം ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ കേട്ടു. അബാൻ ബിൻ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജനങ്ങൾ ഇതിന്റെ രഹസ്യം അറിയാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നു. ഭാര്യയോട് ചോദിച്ചു, യാ ഹാദി മാ കാന അമലു സൗജികാ, നിങ്ങളെ ഭർത്താവ് എന്തെങ്കിലും ദുഷ്പ്രവർത്തനം ചെയ്തിരുന്നോ? ഖബറിൽ കണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോ ആ ഭാര്യ പറഞ്ഞു, കാന ലാ യഗ്തസിലു മിനൽ ജനാബാ, ജനാബത്ത് കുളിക്കലില്ല, ജനാബത്ത് കുളിക്കാറില്ല. ഒരു സാധാ കുളിക്കും, എവിടേക്കെങ്കിലും പോകാൻ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ടൊന്ന് വിയർത്താലും മറ്റൊക്കെ. ജനാബത്തായി കഴിഞ്ഞാൽ അതങ്ങനെ പരിഗണിക്കാറൊന്നുമില്ല. അപ്പൊ ഒരു ജനാബത്ത് കുളി നടത്താത്തത് കൊണ്ട് ഖബറിൽ കണ്ടു നോക്ക് നിങ്ങൾ, ആ മനുഷ്യൻ പറ്റേ തരം താഴ്ന്ന അവസ്ഥയിലേക്ക് പോയില്ലേ. ജനാബത്ത് കുളി എന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധമായ അമലല്ലേ. നിസ്കരിക്കണമെങ്കിലും ഖുർആൻ ഓതണമെങ്കിലും തവാഫ് ചെയ്യണമെങ്കിലും ഒക്കെ വേണ്ടത് ശുദ്ധി വരുത്തണ്ടേ. ശുദ്ധി ഇല്ലാത്തത് കൊണ്ടും ഖബറിന്റെ ഉള്ളിൽ ശിക്ഷ കണ്ടു എന്ന് പറയുമ്പോൾ എത്ര ഗൗരവമാണ്. ഖബർ എന്ന് പറയുന്ന ലോകത്തുള്ള അദാബ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ പ്രത്യേകം നമ്മൾ കാവൽ ചോദിക്കുന്നത് എല്ലാ നിസ്കാരത്തിലും. ഏത് നിസ്കാരത്തിലാ കാവൽ ചോദിക്കാത്തുള്ളത്?
എല്ലാ നിസ്കാരത്തിലും കാവൽ ചോദിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അത് കടുത്തൊരു സംഭവം തന്നെയാണ്. നിസ്സാര പ്രശ്നങ്ങളിൽ അടക്കം നമ്മൾ സൂക്ഷിക്കണം. അംർ ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു എന്ന മഹാപണ്ഡിതൻ നിവേദനം ചെയ്യുന്നു, അംർ ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദീനയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഞങ്ങളെ കൂട്ടുകാരനാണ്. അദ്ദേഹത്തിനൊരു പെങ്ങള് മരണപ്പെട്ടു, ഒരു സഹോദരി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരിമാരും ശ്രദ്ധിക്കുക. നമുക്കൊക്കെ വരാൻ സാധ്യതയുള്ളത് നിങ്ങൾക്ക് അങ്ങനെയുണ്ട് എന്ന ധാരണയിലല്ല, പലപ്പോഴും വരാൻ സാധ്യതയുള്ള വിഷയമാണ്. ഒരു പെങ്ങള് മരണപ്പെട്ടപ്പോ ആ പെങ്ങളെ ഖബറിലേക്ക് ചുമന്നു കൊണ്ടുപോയി മറവ് ചെയ്തപ്പോ വീട്ടിലെത്തിയ ശേഷമാണ് ഒരു പൈസ ഖബറിലേക്ക് വീണുപോയി ഓർമ്മ വന്നത്. അംർ ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ചെറുപ്പക്കാരൻ വേറൊരാളെയും കൂട്ടിയിട്ട് ഖബറിന്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം പൈസയാണ് വീണുപോയത്, പെങ്ങളെ മറവ് ചെയ്യുന്ന സമയത്താണ്. അതെടുക്കാൻ വേണ്ടി വേറൊരാളെയും കൂട്ടി വന്നു. അങ്ങനെ രണ്ടാളും ചെന്നിട്ട് ഖബറിന്റെ ഒരു ഭാഗം ഇങ്ങനെ തുറന്നപ്പോൾ അതാ ഒരു മൂലയിൽ നിന്ന് പതുക്കെ നീക്കിയിട്ട്, പതുക്കെ ഒരു ഭാഗം നീക്കിയിട്ട് ആ പണസഞ്ചി പതുക്കെ എടുക്കുമ്പോ ആ മനുഷ്യനോട് ഖബറിന്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്, തനഹി അന്നീ, എന്നെ ഒന്ന് നീക്കി നോക്കണേ, ഹത്താ അൻദുറ അലാ അയ്യി ഹാലി ഉഖ്തി, ഹത്താ ഉൻദുർ, അങ്ങനെ നിങ്ങളൊന്ന് നോക്കണം ഏതവസ്ഥയിലാണ് എന്റെ സഹോദരിയുടെ അവസ്ഥ എന്ന് എനിക്കൊന്ന് കാണാൻ വേണ്ടി. സഹോദരൻ ഖബറും പുറത്തുനിന്ന് പറയാണ്, ആ മൂടിയിരിക്കുന്ന മൂടിയൊന്ന് നീക്കൂ, മുഖത്തിന്റെ ഭാഗമൊന്ന് കാണട്ടെ. അപ്പതാ ഇഷ്ടിക കഷ്ണങ്ങൾ മേലെ വെച്ചത് ഓരോന്നോരോന്നായി ഓരോ ഭാഗത്തേക്ക് വീഴാൻ തുടങ്ങി. അപ്പോഴേക്കൊരു ഭാഗത്ത് നിന്ന് ഖബർ കത്തുന്നു. ഫഇദൽ ഖബറു യസ്തഇലു നാറാ, ഇവർക്ക് പൈസ എടുക്കാനുള്ളൊരു ടൈം അവിടെ ബാക്കിയുണ്ട്. മറ്റൊരു ഭാഗത്തു നിന്ന് കത്തി വരുന്നതാണ് കണ്ടത്. പേടിച്ചുകൊണ്ട് ഖബറങ്ങനെ മൂടി. ഉമ്മാന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഉമ്മാ, എന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? രഹസ്യമായ വല്ല രോഗങ്ങളുമുണ്ടോ? ഉമ്മ പറഞ്ഞു, കാനത്തു അഖിറുസ്സലാ, നിന്റെ പെങ്ങള് നിസ്കാരം പിന്തിക്കുന്ന പെങ്ങളാണ്. ളുഹർ നിസ്കരിക്കണമെങ്കിൽ അസ്റിന്റെ വാങ്ക് കൊടുക്കും, അസ്ർ നിസ്കരിക്കണമെങ്കിൽ മഗ്രിബിന്റെ വാങ്ക് കൊടുക്കും, സുബ്ഹി നിസ്കരിക്കണമെങ്കിലോ സൂര്യൻ ഉദിച്ചു കളയും. പ്രിയപ്പെട്ട പെങ്ങളെ, നിസ്കാരം പിന്തിക്കുന്ന രൂപത്തിൽ നീ ഒരു പഠനത്തിന് പോകണ്ട, ഒരു ജോലിക്ക് പോകണ്ട, ഒരു സംഗതിക്കും പോകണ്ട. നീ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ നിസ്കാര കുപ്പായം ഇത്ര വലുതൊന്നും അല്ലല്ലോ, ചെറിയ ഒരു കുപ്പായമല്ലേ. നീ അതങ്ങ് മടക്കി പിടിച്ചേക്കണം, സൗകര്യമുള്ള ഇടത്ത് നിസ്കരിക്കണം. ഒരിക്കൽ പോലും നിസ്കാരം പിന്തിച്ചുകൂടാ. പോരാ, നിന്റെ പെങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, വലാ തുസല്ലി ഫീമാ അളുന്നി ബിവുളൂഇൻ, അഥവാ ഞാൻ നിസ്കരിക്കാൻ പറഞ്ഞാല് നിസ്കാരക്കുപ്പായിട്ടൊരു നിസ്കാരം നിസ്കരിക്കും, വുളൂ എടുക്കാറില്ല. മടിയാണ് ഇതിനൊക്കെ മടിയാണ്. മഹാമടിയന്മാരല്ലേ ഉള്ളത്. പണ്ടൊക്കെ മടിയൻ മല ചുമക്കുന്നവരല്ലേ, ഇപ്പൊ മല പറഞ്ഞാ പോരാ, ഇപ്പൊ വേറെന്തോ പറയേണ്ടി വരും. അത്രമാത്രം വലിയ മടിയൻ. മുമ്പൊക്കെ ഉദാഹരണം പറയുമ്പോ അങ്ങനെ പറഞ്ഞില്ല, മടിയൻ മല ചുമക്കും. ഇപ്പൊ മല പറഞ്ഞിട്ട് കാര്യമില്ല, അതിലും വലിയ മടിയാണ്. നിസ്കരിക്കണ്ടേ, ഓതാൻ പറഞ്ഞാൽ ഓതണ്ടേ, എഴുതാൻ പറഞ്ഞാൽ എഴുതണ്ടേ, പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കണ്ടേ. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് പറഞ്ഞു, നിന്റെ പെങ്ങൾ അയൽക്കാരുടെ വീട്ടിന്റെ കവാടങ്ങളുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കും. അവരുറങ്ങിയാൽ അവരുടെ കവാടങ്ങളുടെ അടുത്ത് ചെന്ന് നിൽക്കും. എന്നിട്ട് ഉള്ളിൽ നിന്ന് വല്ലതും സംസാരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. എന്നിട്ട് ആ സംസാരം അപ്പുറത്തും ഇപ്പുറത്തും സപ്ലൈ ചെയ്യും. ചേർക്ക് നേരെ ചെന്നാലും സംഗതി ഇങ്ങനെ തന്നെയാണ്. ഉപകരണങ്ങളിലൂടെ പകർത്തിയാലും സംഗതി അങ്ങനെ തന്നെയാണ്. അതേ, മറ്റൊരു വീട്ടിൽ നിന്ന്
ചെറിയ ഒരു ശബ്ദം സംസാരം കേട്ടു. സംസാരം കേട്ട ആൾക്ക് വേറൊന്നാ തോന്നിയത്, അവര് പറഞ്ഞത് മറ്റൊന്നാണ്. ഈ കേട്ട കേൾവി കൊണ്ട് വേറെ ഒന്ന് പറഞ്ഞാലോ ഖബർ കത്താൻ പറ്റൂലല്ലോ. സുരക്ഷിതമായി കിടക്കേണ്ട വീടല്ലേ, അതിന് നമുക്കവിടെ സുരക്ഷിതത്വം കിട്ടണ്ടേ? സഹോദരങ്ങളെ, ആ ഖബറിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും അങ്ങനെയാണ്. അൽ ഖബറു ഇമ്മാ ഹുഫറത്തുൻ മിൻ ഹുഫരിൻ നീറാൻ ഔ റൗളത്തുൻ മിൻ റിയാദിൽ ജന്നാ. ഒന്നുകിൽ ഖബർ നരകത്തിൽ നിന്നുള്ളൊരു കുഴിയാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഒരു ഉദ്യാനമാണ്. നല്ല അമലുകൾ സംഭരിക്കണം, എന്നാൽ ഖബറിന്റെ ഉള്ളിൽ വലിയ സന്തോഷമാണ്. യമനിൽ നിന്ന് കുറച്ച് പണ്ഡിതന്മാര് പ്രതീക്ഷയുള്ള മുഴുവൻ അമലുകളും ചെയ്തു വെക്കണം. യമനിൽ നിന്നൊരു കൂട്ടം പണ്ഡിതന്മാര് ഒരു പാവപ്പെട്ട മനുഷ്യനെ മറവ് ചെയ്ത് നീങ്ങുമ്പോ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ശബ്ദം കേട്ടു. പലരും പെട്ടെന്ന് പോയി കളഞ്ഞു. ഒരു പണ്ഡിതൻ അവിടെ തന്നെ നിന്നതിന്റെ യാഥാർത്ഥ്യം അറിയണമെന്ന് കരുതിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു നായന്റെ വലുപ്പത്തിലുള്ളൊരു ജീവിയെ പുറത്തേക്കങ്ങ് തള്ളിക്കളഞ്ഞു. അപ്പൊ ആ പണ്ഡിതൻ ചോദിച്ചു, എന്താണ് ആ ഉള്ളിൽ നിന്ന് ആട്ടുത്തുപ്പും കേട്ടത്? നിനക്കാണോ അടി കൊണ്ടത്, അല്ലെങ്കിൽ ഖബറാളിക്കോ? അപ്പൊ ആ ജീവി പറഞ്ഞു, അടി മുഴുവനും കൊണ്ടത് എന്റെ ശരീരത്തിലാണ്, ഞാനാണ് അടി മുഴുവനും കൊണ്ടത്. എന്തേ നീ അടി കൊള്ളാൻ കാരണം? ഒന്നുമല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ആക്രമിക്കാൻ വേണ്ടി പോയപ്പോ അതാ എനിക്ക് ശക്തമായ അടി കൊണ്ടു. കൊള്ളാനുള്ള കാരണം വജത്തു ഇൻദഹു സൂറത യാസീൻ വഅഖവാതിഹാ. ആ ഖബറാളിയുടെ സവിധത്തിൽ എന്നും മോദിയിരുന്ന യാസീൻ സൂറത്തുണ്ട്, തബാറക സൂറത്തുണ്ട്, ഇദാ വഖഅതി സൂറത്തുണ്ട്, ദുഖാൻ സൂറത്തുണ്ട്. പ്രതീക്ഷയുള്ളൊരു അമലും വിടണ്ട. ഖബറാളി പല രൂപത്തിലാണ്, ഖബറിലെ ആളുകൾ പലതരം സുഖത്തിലാണ്, എല്ലാവരും ഒരേ ഗ്രേഡിലല്ല. ഇമാം അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽപ്പെട്ടൊരു മഹാനോട് ചോദിക്കുന്നു, നിങ്ങൾ ഖബറിനെ പറ്റി വല്ല അവസ്ഥയും നിങ്ങൾക്കറിയുമോ? ആ മഹാൻ പറഞ്ഞു, ഖബറാളികളുടെ ഗതിവിഗതികൾ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അള്ളാഹിനോടൊന്ന് ചോദിച്ചു, പടച്ചോനെ, ഈ മഖബറയിൽ കിടക്കുന്ന ആളുകളുടെ അവസ്ഥ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അപ്പൊ ഞാൻ അതാ ഖബറിന്റെ ഉള്ളിലുള്ള അവസ്ഥ കാണുകയാണ്. ഖബർ ഇങ്ങനെ പിളർന്നു വന്ന രൂപത്തിൽ എനിക്ക് കാണിക്കുകയാണ്. അപ്പൊ ചിലരോ പട്ടുവസ്ത്രത്തിൽ ഉറങ്ങുന്നവരുണ്ട്, ചിലരോ കട്ടിപ്പട്ടുള്ള വസ്ത്രമുണ്ട്, അത് മറ്റൊരു തരം പട്ടാണ്, അതിന്റെ മേൽ ഉറങ്ങുന്നുണ്ട്. ചിലരോ നല്ല സുന്ദരമായ മിനുമിനുത്തമുള്ള വിരിപ്പ് വിരിച്ച് ഉറങ്ങുന്നുണ്ട്. ഖബറിന്റെ ഉള്ളിൽ ചിലർക്ക് കട്ടിലുണ്ട്, ചിലര് കരയുന്നുണ്ട്, ചിലര് ചിരിക്കുന്നുണ്ട്. ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ, ലൗ ശിഅത സാവൈത ബൈനഹും ഫിൽ കറാമാ, നീ ഒന്ന് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ മഹത്വം കൊടുക്കാമല്ലോ അല്ലാ, നിനക്കതിനൊരു കുറവുമില്ലല്ലോ, വിവിധ ഗ്രേഡുകളിലല്ലേ ഖബറാളികളെ നീ വെച്ചത്. അപ്പോഴാണ് ഒരാൾ വിളിച്ചു പറയുന്നത്, ഹാദിഹി മനാസിലുൽ അമാൽ. ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയാണ്, ഓ മഹാമനുഷ്യ, ഈ കണ്ട സ്റ്റേജുകളില്ലേ, അവരവരുടെ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ ഫലമാണ്. നിങ്ങൾ കണ്ടില്ലേ, നല്ല സുന്ദുസിൽ നല്ല പട്ടി വിരിച്ച് കിടക്കുന്ന ആളുകളെ, സ്വർഗീയ പട്ടി വിരിച്ച് കിടക്കുന്ന ആളുകളെ കണ്ടില്ലേ? ഫഹും അസ്ഹാബുൽ ഖുലുഖിൽ ഹസനി, സൽ സ്വഭാവക്കാരാണ്. അല്ലാഹ് നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. സൽ സ്വഭാവികൾക്ക് അല്ലാഹു കൊടുത്തത് സ്വർഗത്തിലെ സുന്ദുസ്. വെള്ളിയാഴ്ച നമ്മൾ ഓതാറില്ലേ, സുന്ദുസിൻ വൈസ്തബ്റഖ്, സ്വർഗത്തിലെ മേത്തരം പട്ടുകളെ പറ്റി. ആ പട്ടാണ് അല്ലാഹു വിരിച്ചു കൊടുത്തിരിക്കുന്നത്. വഅമ്മാ സുഹാബുൽ ഹരീരി വദ്ദീബാജ്, പട്ടുവസ്ത്രം ദുനിയാവിൽ ധരിക്കാൻ പറ്റാത്ത പട്ടും വിരിക്കാൻ പറ്റുന്ന പട്ടും വിരിച്ച് കിടക്കുന്നവരെ കണ്ടില്ലേ? ഫഹുമുശ് ശുഹദാ, അവര് രക്തസാക്ഷി
അവകാശികളാണ്. സുഗന്ധ പുഷ്പങ്ങളുള്ള സ്ഥലത്ത് ഉറങ്ങുന്നവരെ കണ്ടോ? ചുറ്റുഭാഗത്തും നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങളാണ്. അവരും നോമ്പ് നോറ്റവരാണ്, സുന്നത്ത് നോമ്പൊക്കെ വിടാതെ നോൽക്കുന്നവരാണ്. അതേ, കട്ടിലുകളിൽ ഉറങ്ങുന്ന ആളുകളെ കണ്ടില്ലേ? അല്ലാഹുവിൽ പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞവരാണ്. ജമാഅത്തിന് പോകുമ്പോ കൂട്ടുകാരനെ വിളിക്കും, ജമാഅത്തിന് പോകുമ്പോ മകനെയും കൊണ്ടുപോകും, അതും പരസ്പരം മഹബത്താണ്. ജമാഅത്തിന് പോകുമ്പോ മക്കളെയും കൊണ്ടുപോകും, അതൊക്കെ അൽ മുത്തഹാബൂന ഫില്ലയിൽ പെട്ടതാണ്. നല്ലൊരു അമലിന് പോകുമ്പോ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെയും കൂടെ കൊണ്ടുപോകും. അൽ മുത്തഹാബൂന ഫില്ല, അവരാണ് കട്ടിലിൽ നല്ല രാജാക്കന്മാരെ പോലെ കിടക്കുകയാണ്. എത്ര സന്തോഷത്തിലാണ്. അസ്ഹാബുൽ ബുക്കാ, കരയുന്ന ആളുകളില്ലേ? ഫഹുമുൽ മുദ്നിബൂൻ, വ്യത്യസ്ത തരം ദോഷം ചെയ്ത ദോഷികളാണ്. അവരെങ്ങനെ കരഞ്ഞ് 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 തീ തുപ്പുന്ന വേദനകളുമായി കരയുകയാണ്. ചിരിക്കുന്നവരെ കണ്ടില്ലേ? ഫഹും അഹ്ലുത് തൗബതി വൽ ഇനാബാ, അവർ തോബ ചെയ്തു പോന്നവരാണ്. ദമ്പുകളൊക്കെ ഉണ്ടായിരുന്നു, തോബ കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. തോബക്ക് അങ്ങോട്ട് അവസരം തുറന്ന് ചെയ്തു പോന്നവരാണ്. തോബ ചെയ്യണമെങ്കിൽ കുറെ വയസ്സാകണം എന്നല്ലേ നമ്മളീ ധാരണ. അങ്ങനെയാണ് പലരും കാത്തിരിക്കുന്നത്. മുറാദൊന്നും അതിനായിട്ടില്ല. അങ്ങനെ നാട്ടുകാരോട് മൊത്തം ചോദിച്ചാൽ എങ്ങനെയാ പറയാ, സമയമായിട്ടില്ല. നമ്മളെ നാട്ടിലുണ്ട് ഒരു മൈദീൻ കാക്ക. അയാൾ ഞാൻ ചെറുപ്പത്തിൽ കാണുമ്പോൾ തന്നെ എൻ്റെ അഭിപ്രായ പ്രകാരം ഒരു ഏകദേശം അന്നന്നെ ഉണ്ടാവും ഒരു 65 വയസ്സൊക്കെ. ആ ഹാലത്തിൽ അങ്ങനെയാണ് അയാൾ. അയാളോട് ആൾക്കാർ പറയും, നിങ്ങൾ എന്തിനാ ഇപ്പോഴും പേരക്കുട്ടികളടക്കങ്ങളെ നോക്കാൻ മാത്രമുള്ള ഒരു വകുപ്പിലേക്ക് ഉയർന്നിട്ടുണ്ട്, ഇപ്പോഴും ഈ 8-9 പോത്തുകളായിട്ട് ഇങ്ങനെ കടന്ന് മല്ലിടേണ്ട ആവശ്യം എന്താ? ഒരു നേരം പോക്കിനും വെള്ളം കൊടുക്കാനൊക്കെ ഒന്നുണ്ടായിക്കോട്ടെ, ഒരു പശു ഉണ്ടായിക്കോട്ടെ, പാലും കറക്കാം, ബാക്കിയുള്ളതും കൊടുക്കാം, പുല്ല് അരിയാ, ഒക്കെ സന്തോഷമാണല്ലോ. ഒന്നുണ്ടായിക്കോട്ടെ, ഒക്കെ ഒഴിവാക്കണ്ട. ബാക്കിയുള്ള നേരങ്ങൾക്ക് ജമാഅത്തിന് വന്ന് നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ നടക്കാൻ. അപ്പൊ അയാളും പറഞ്ഞ വർത്താനം എന്താ? സമയമായിട്ടില്ല. നമ്മളും അതിനല്ലേ പറയുന്നു, നമ്മളൊക്കെ മനസ്സിലാങ്ങനെ സമയമായിട്ട്. തോബക്ക് മൂക്കിൽ പഞ്ഞൊക്കെ ഉണ്ടെന്ന് അല്ലേ? തോബക്ക് നിശ്ചിത സമയമല്ല. എത്ര പെട്ടെന്ന് തോബ ചെയ്യുന്നുണ്ടോ പിന്നുള്ള ജീവിതം സുഖജീവിതാക്കി തരുന്ന അള്ളാഹു പറയുന്നത്. യുമത്യുക്കും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ, നിങ്ങൾ തോബ ചെയ്താൽ സുന്ദരമായ ജീവിതം തരും, നല്ല ക്ഷേമൈശ്വര്യപൂർണമായ ജീവിതം തരും. ഇലാ അജലിൻ മുസമ്മാ, നിശ്ചയിക്കപ്പെട്ട അവധി വരെ. തോബ ചെയ്താ പിന്നെ തെറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ ഉസ്താദെ, അപ്പൊ അത് ബുദ്ധിമുട്ടല്ലേ? കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് ചെയ്യാം. അത് മക്കയിൽ ജീവിച്ച ഒരു കള്ളുടെ ഉണ്ടായിരുന്നു, ആഷ എന്നാണ്. ആ കള്ളുടേന്റെ ചിന്തയാണ്. മക്കയിൽ കുടിച്ച് പെരുംകുടിയനാണ് ആഷാന കള്ളുടെ. ആ കള്ളുടേനെങ്കിലും മനസ്സിലൊരു ബോധം വന്നു, മദീനത്തേക്ക് പോയിട്ടൊന്ന് മുസ്ലിം ആയ തിരക്കടില്ല, വിധങ്ങൾ മദീനത്താണ്. അപ്പൊ ആയിഷ പോകുന്നുണ്ട് എന്ന് വർത്താനം നാട്ടുകാർ കിട്ടിയപ്പോ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്, ആയിഷ നീ എവിടുക്ക? ഞാൻ മദീനത്തേക്ക് പോകും. എന്തേ? ഒന്ന് മുസ്ലിം ആകണം, നബിതങ്ങളെ കണ്ടൊന്ന് വിശ്വസിക്കണം. ആയിഷ ഒരു കാര്യം അറിയണട്ടോ, കടുത്ത ശിക്ഷയാണ് ഇസ്ലാമിലുള്ളത്. എന്താ കടുത്ത ശിക്ഷ? ഒരാളെ കൊന്നു, നിങ്ങളാ കൊന്നെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ നിങ്ങളെ കൊല്ലും. അപ്പൊ ആയിഷ പറഞ്ഞു, കൊല്ലാൻ പോണ്ടല്ലോ, കൊന്നാ പിന്നെ കൊല്ലണ്ടേ, അതല്ലേ പരിഹാരം? അല്ല ഇങ്ങനെ കൊന്നുകൊടുക്കൂലേ? കൊന്നാ കൊല്ലാൻ തന്നെ, എന്തിനാ ആരാനെ കൊല്ലാൻ പോണ്? അവനാന്റെ പാട്ടിൽ നടന്നാ പോരെ. ആയിഷ, വ്യഭിചാരം നടത്തിയാലേ എറിഞ്ഞു കൊല്ലും. നിങ്ങൾ വിവാഹം ചെയ്ത ആളല്ലേ, എറിഞ്ഞു കൊല്ലും. ഇതിനാപ്പോ വ്യഭിചാരം നടത്താൻ പോകുന്നത്? പാകം ഒക്കുന്നുണ്ടെങ്കിൽ വേറൊരു പെണ്ണിനും കൂടി കിട്ടിയാൽ പോരെ, വ്യഭിചാരം നടത്താൻ പോകണം? ആയിഷന്റെ മറുപടിയാ, പറ്റുമെങ്കിൽ വേറൊന്നിനും കിട്ടിയാൽ പോരെ, വ്യഭിചാരം നടത്താൻ പോകണം? അല്ലെങ്കിൽ അള്ളാഹ് തന്ന ഹലാലായ സുഖത്തിൽ മുന്നോട്ട് പോയാൽ പോരെ? അപ്പൊ ആയിഷനോട് പറഞ്ഞു, ആയിഷ കട്ടാല് കൈ മുറിക്കും. ആരാന്റെ കക്കാൻ പോകണം? അധ്വാനിക്കാൻ പോയ പോരെ? കക്കാൻ പോകേണ്ട ആവശ്യമില്ല, കട്ടാ കൈ മുറിക്കണ്ടേ? അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? കക്കാൻ പോവാ, മാനക്കേടല്ല പ്രവർത്തനം. ഒരു മാനിന് യോജിച്ചതല്ലല്ലോ. ലാസ്റ്റ് ആശനോട് പറഞ്ഞു, ആശ ഒരു വട്ടം കള്ളുടിച്ചാൽ 40 അടിയാണ്. ഒരു വട്ടം കള്ളുടിച്ചാൽ 40 അടി ഉണ്ടോ? നേരത്തെ പറഞ്ഞ കുറ്റകൃത്യങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ ആയിഷ, കാരണം മൂപ്പര വിഷയം കള്ളുടിയാണ്. ഒരു വട്ടം കുടിച്ചാൽ 40 അടിയോ? എന്നാ അടുത്ത കൊല്ലം കൊല്ലം ഞാനത് കൂട്ടിക്കട്ടെ ശരിക്കും.
അത് തീരുമാനിച്ചു. കുടിച്ച് ഇക്കൊല്ലം കൂസാക്കാക്കി റെഡി ആയിട്ട് അടുത്തൊല്ലം പോകാം. അക്കൊല്ലം കുടിച്ച് മതോന്മത്തനായി വരുന്ന ആയിഷ ഒട്ടകപ്പുറത്ത് നിന്ന് വീണു. ഒട്ടകത്തിന്റെ കാലിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടുപോയി. മദീനയിലെത്താനോ മുസ്ലിം ആകാനോ സാധിച്ചില്ല. ഇങ്ങനെയല്ലേ തൗബയെയും പിന്തിക്കുന്ന ആളുകളുടെ അവസ്ഥ. ഫത്തൗബു മിഫ്താഹുൽ ലികുല്ലി ത്വാഅതി വഅസാസു കുല്ലിൽ ഖൈരി അജ്മാ അശ്മലാ. എല്ലാ നന്മയുടെയും താക്കോലാണ് തൗബ. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഇസ്തിഗ്ഫാർ ചൊല്ലി കണ്ണീർ കടങ്ങൾ ഒലിപ്പിച്ച് പാപക്കറകൾ കഴുകി തുടച്ചു നീക്കണം. സമയമായിട്ടില്ലെന്ന വിചാരം ശിക്ഷയെപ്പറ്റി ബോധമില്ലാത്തത് കൊണ്ട് വരുന്നൊരു വിചാരമാണ്. അപ്പൊ തീർത്തും പാപക്കറകളിൽ നിന്ന് മുക്തമാകണം. ഖബറിൽ ഉള്ള ആളുകൾ വ്യത്യസ്ത തലങ്ങളിലാണ്. അമലുകൾക്കനുസരിച്ച് മാറ്റമുണ്ട്. ഞാൻ ഒന്നുകൂടി വായിച്ചിട്ട് അവസാനിപ്പിക്കട്ടെ. നമുക്കെല്ലാവർക്കും, നമ്മുടെ ബന്ധുക്കൾക്കും, നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്കും അല്ലാഹു ഖബർ ജീവിതത്തിൽ സലാമത്ത് തരട്ടെ. വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അനാവശ്യങ്ങളിൽ നമ്മളൊരു നിലക്കും സമയം നഷ്ടപ്പെടുത്തിക്കൂടാ. ചില്ലറ നിമിഷങ്ങളെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ എന്നുള്ള ബോധം വേണം. എപ്പോഴാണ് മരണം പിടികൂടുക എന്ന് പറയാൻ പറ്റൂല. ആർക്കും അല്ലാഹു അതിന് നിശ്ചിത സമയം ഇത്രയെന്ന് വിധിയെഴുതി തന്നിട്ടില്ലല്ലോ. എത്ര കറക്റ്റ് ആയിട്ടാണ് മരണം നടക്കുന്നത് നിങ്ങൾ പത്രങ്ങളിലൂടെ വായിച്ചില്ലേ? എത്ര കറക്റ്റ് ആയിട്ടാണ് അല്ലാഹുവിന്റെ തീരുമാനം നടക്കുന്നത്. മുകളിൽ നിന്നൊരു സാധാ വീഴ്ച വീഴുമ്പോഴേക്ക് ആളുകൾ മരിച്ചു പോകുന്നു. നടക്കുന്ന ആള് വെറുതെ ഒന്ന് വീണുപോയതാണ്. പരിക്കൊന്നും ഉള്ളിലോ പുറത്തോ കാണാനില്ല. മരണപ്പെട്ടുപോയി. ദിനേന ഏതെല്ലാം രൂപങ്ങളിൽ മരണം വരുന്നുണ്ട്. വഴിയിലൂടെ നടന്നു പോകുമ്പോ അറിയാതെ വന്ന ഒരു കല്ല് തലയിലെ മൂർധാവിൽ വീണിട്ട് പെട്ടെന്ന് മരിച്ചുപോയി. അയാളെ ഉന്നം വെച്ച് എറിഞ്ഞതല്ല, വേറെ ആരെയോ ലക്ഷ്യം വെച്ച് എറിഞ്ഞതാണ്. ഏതോ അക്രമം കാണിക്കുന്ന നായനെ ഊട്ടിക്കാൻ വേണ്ടി എറിഞ്ഞതാണ്. വന്ന് വീണതോ പോകുന്ന ആളെ തലയിലാണ്. അയാളെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ? മുറാദുകൾ കഴിഞ്ഞിട്ടുണ്ടോ? ആവശ്യങ്ങൾ നടന്നിട്ടുണ്ടോ? അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് മാടി വിളിക്കുന്നൊരു അനൗൺസ്മെന്റ് ആണ്. ഓരോ ദിവസവും അതിന്റെ അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട്. നമുക്ക് കിടക്കാനിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളെ വിളിക്കുന്നുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ അവിടുത്തെ തദ്കിറയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖബറിന്റെ സ്ഥലത്തിരുന്ന് ഓരോരുത്തരെയും എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട്. ആ വിളി നമ്മുടെ കർണപുടങ്ങളിലേക്ക് എത്താറാകുന്നൊരു നേരം നമുക്ക് പോകാറായി. അതുകൊണ്ട് മഹാന്മാര് മുന്നൊരുക്കം നടത്തിയതുപോലെ, ബുദ്ധിമാന്മാര് മുന്നൊരുക്കം നടത്തിയതുപോലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? മന്ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സ്വന്തം ശരീരത്തിന്റെ വികലമായ അവസ്ഥകള് ചിക്കി ചികഞ്ഞ് വിചാരണ ചെയ്ത് ശരീരത്തെ നന്നാക്കിയെടുത്ത് വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിച്ചവനാണ്. അവനാണ് ബുദ്ധിമാൻ. വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹ്. ബുദ്ധിശൂന്യൻ ആരാണ്? ബുദ്ധി കുറവുള്ളവൻ ആരാണ്? ദുർബലൻ ആരാണ്? തന്റെ ശരീരത്തെയും തന്റെ ഇച്ഛയെയും ആഗ്രഹത്തെയും എല്ലാ വിഷയങ്ങളിലേക്കും തെളിച്ചിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്നും ഒക്കെ കിട്ടണമെന്ന പൂതിയുണ്ട്. സ്വർഗവും കിട്ടണം, ഖബറിലും സലാമത്ത് വേണം, മഹ്ശറിലും സലാമത്ത് വേണം. ഒരൊറ്റ അമലും അതിനു വേണ്ടി നീക്കി വെച്ചിട്ടില്ല. എല്ലാ
താന്തോന്നിങ്ങളിലും വിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതം ഒന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളൊന്ന് നല്ല ചിത്രക്കാരായി മാറണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ രാജ്യം ഭരിച്ചൊരു ഭരണാധികാരിയാണ്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു സംഭവം രേഖപ്പെടുത്തിയത് കാണാം. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ സമീപത്ത് വന്ന് ദുഃഖിതനായി കരഞ്ഞു. കരഞ്ഞിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഇന്നിർതകബതു ദംബൻ അദീമാ, ഞാനൊരു മഹാപാപം ചെയ്തിട്ടുണ്ട്, എനിക്ക് തൗബ തരുമോ? എന്താ നിന്റെ ദോഷമൊന്ന് പറയാമോ? ദംബി അദീം, എന്റെ ദോഷം വളരെ കടുപ്പമേറിയതാണ്. എത്ര കടുപ്പമേറിയതാണെങ്കിലും ഫതുബ് ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നീ പശ്ചാത്തപിക്കണം. അല്ലാഹ് പുറത്തു തരാത്തൊരു തെറ്റുമില്ല. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആതി വയഅലമു മാ തഫ്അലൂൻ. ഭരണാധികാരി പറയാണ്, തൗബ സ്വീകരിക്കുന്നവൻ അവനാണ്. ജനങ്ങളാരും സ്വീകരിക്കൂല എന്ന് പറഞ്ഞാലും അല്ലാഹു സ്വീകരിക്കണമെന്ന് നിശ്ചയിച്ചാൽ തൗബ സ്വീകരിക്കുന്നതിന് മറയില്ലല്ലോ, തടസ്സങ്ങളില്ലല്ലോ. വൈകല്യം പുറത്തു കൊടുക്കാൻ അല്ലാഹ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അല്ലാഹ് മാപ്പാക്കി തരുമല്ലോ. നിന്റെ ദോഷമൊന്ന് പറയൂ. അയാള് പറഞ്ഞു, ചെറുപ്പക്കാരൻ, ഞാൻ ഖബർ മാന്തി ജീവിക്കുന്ന ആളായിരുന്നു. ഖബർ മാന്തിയിട്ട് അതിന്റെ കഫൻ പുടയെടുക്കും. അന്നാന്ന് മറവ് ചെയ്ത ഖബർ രാത്രി പോയി ഞാൻ മാന്തും. എന്നിട്ട് കഫൻ പുടയെടുത്തിട്ട് ഞാൻ അത് വിൽക്കും. അങ്ങനെ ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ ഖബറിൽ കണ്ടിട്ടുണ്ട്. കണ്ടതൊന്ന് പറയൂ. ഒരു രാത്രി ഞാൻ ഖബർ മാന്തിയപ്പോ ആ ഖബറാളിയുടെ മുഖം ഖിബിലയിൽ നിന്ന് തെറ്റിയിട്ട് കിഴക്കോട്ട് വെച്ചിട്ടുണ്ട്, മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഖബറടക്കം ചെയ്യുമ്പോ ഖിബില ഭാഗത്തേക്കല്ലേ മുഖം വെക്കുന്നത്, മണ്ണോട് ചേർത്തി വെക്കുന്നത് ഖിബില ഭാഗത്തേക്കല്ലേ. ഇപ്പൊ നോക്കുമ്പോൾ മാറിയിട്ടുണ്ട്. എനിക്ക് പേടി തോന്നി. ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരം ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു വിളിയാളം, അലാ തസ്അലു അനിൽ മയ്യിതി ലിമാദാ ഹുബ്ബില വജ്ഹുഹു. ഈ മയ്യത്തിനെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കൂ. എന്തിനാണ് മുഖം ഇങ്ങനെ മാറ്റിമറിച്ചത്? അപ്പൊ ഞാൻ ചോദിച്ചു, ലിമാദാ ഹുബ്ബില, എന്തിനാ മാറ്റിയത്? ആ സമയത്ത് കിട്ടുന്ന മറുപടി, ലിഅന്നഹു കാന മുസ്തഖിഫൻ ബിസ്സലാ. നിസ്കരിക്കാത്ത ആളെന്നല്ല, നിസ്കാരം അങ്ങനെ ഒരു പരിഗണന ഇല്ലാത്ത ആളാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പലരും പറയും സമ്മേളനം കഴിഞ്ഞ് വന്ന് 2 മണിക്കാണ് സുബഹി പോയി. സമ്മേളനം അതിന്റെ ഉത്തരവാദി. നിങ്ങളോടാരെ പോകാൻ പറഞ്ഞു? അങ്ങനെ പോണ ആൾക്കാർ സമ്മേളനത്തിന് പോകണ്ട. ഓരോട് പുരേ തന്നെ ഉത്തരന്നാൽ മതി. പുരേ കുത്തന്നെ ഒരു വെല്ലുവിളി ചോദിച്ചാൽ മതി, എങ്ങനെ സമ്മേളനം? ശരി, ആ നല്ല ഉഷാറാണ്. എന്തിനാ പോയത്? എന്നിട്ട് അതിന്റെ പേരും പറഞ്ഞത് കലാക്ക. ആ ഒക്കെ അള്ളാഹ് ക്ലിയർ ആക്കി തരുന്ന വിചാരിച്ചു. എന്നാൽ രാത്രി കുത്തുബിയത്തി 4 ആൾക്കാരുടെ അതിലൊരു മൂലര് വന്ന് 1 മണിക്കൂർ എന്നിട്ട് സുബൈ കഥായിപ്പോയി. ഓ, ഒരു പ്രശ്നമില്ല, ഇവരൊന്നും സുബൈ കഥായി കിട്ടുന്ന ആ പോലെ. നിസ്കാരം പരിഗണിക്കാതിരിക്കരുത്. കൂട്ടത്തിൽ പറയട്ടെ, ഉമ്മമാരെ, സഹോദരിമാരെ, കല്യാണ വീടുകളിൽ എൻ്റെ സഹോദരിമാർ 10-10:30 രാത്രി കല്യാണം സമാപിക്കണം. കുടുംബക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന പറഞ്ഞു 2 മണിക്കും കല്യാണ വീട്ടിൽ കട്ടൻ ചായ കാച്ചി കുറുക്കന്മാരിറങ്ങും പോലെ 3:30 മണിക്കൂർ ഉറക്കം. പിന്നെ സുബൈക്ക് പോയി നോക്കുമ്പോൾ കല്യാണപ്പോരെ നടക്കുന്ന ആ വീട്ടിൽ കുറേ മെമ്പർമാർ, കുടുംബക്കാരൊക്കെ ഒന്നുമില്ലുണ്ട്, 10-40 ആളൊക്കെ ഉറങ്ങാം. സുബൈ അന്നാർക്കില്ല. ഓലെ ഭക്ഷണം കഴിക്കാനാണ് നമ്മളൊക്കെ എങ്ങനെ ഏക്കറ്റ് പോണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നാട്ടിൽ നടക്കുന്ന സംഭവമല്ലേ, ഞാൻ വെറുതെ പറഞ്ഞ. അതൊക്കെ ഭക്ഷണം കൊടുക്കണം തെറ്റൊന്നുമില്ലല്ലോ. അതൊക്കെ നേരത്തെ കൊടുത്ത സംഗതി ഖലാസാക്കണം. ഉറങ്ങണ്ടേ, ഉറങ്ങിയിട്ട് ഉണരണ്ടേ. നേരം വൈകി വന്ന ആരോ നീക്കൂ? ഉന്തിയാലും നീക്കൂല, റോട്ട് കൊണ്ടെടുത്താലും നീക്കൂല. നമ്മളെ ശരീരത്തിൽ അതിന് വേണ്ട ഉറക്കം കിട്ടണ്ടേ ഇതിന്? അല്ലെ പിന്നെ അത്ര ഇഖ്ലാസിന്റെ കട്ടിയൊക്കെ കാണാം. അങ്ങനെ കട്ടിയൊക്കെയാണെങ്കിൽ ആളെത്ര നല്ല ആളാണ്. എപ്പോ കിടന്നാലും സുബൈക്ക് നീക്കുന്ന ആൾ, കുറച്ച് ഇഖ്ലാസ് ഉള്ള ആളാണ്. 3 മണിക്ക് കിടന്നാലും ആൾ സുബൈക്ക് നീക്കും, ഒരു 4 മണിക്ക് കിടന്നാലും നീക്കും. അത് കുറച്ച് ഇഖ്ലാസ് ഉള്ള ആളാണ്. ആ കിടക്കുമ്പോ തന്നെ അയാൾ നവൈത്തു സുബ്ഹാൻ എന്താ കിടക്കുന്നത് തന്നെ. അപ്പൊ ആ ടൈമിലാണ് എണീക്കും.
അങ്ങനെ ഒരു ബോധമുള്ള ആളാ. അങ്ങനെയുള്ള ആൾക്കാർ എത്ര ചുരുക്ക. നിസ്കാരം പരിഗണിക്കില്ല. ജോലിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ പലരും നിസ്കരിക്കുന്നത്. ചെറുപ്പക്കാരെ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കുറ്റപ്പെടുത്തല്ല. ഇന്നെ നിസ്കാരം ളുഹർ ബിന്ദിച്ചവർ എത്ര ആൾക്കാരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഉമ്മമാരെ. ഇന്ന് രാത്രി മരിക്കണമെങ്കിൽ നമ്മളെ ഗതി എന്താ? നമ്മളെ നാളെ കൊണ്ടുവച്ചിട്ട് നമ്മളെ മുഖം ഖിബിലെന്ന് കേക്കോട്ട് തെറ്റിക്കോ? അല്ല, തെറ്റിച്ച സംഭവമല്ലേ പറയുന്നത്. ഇബ്നു ഹജർ തങ്ങളല്ലേ രേഖപ്പെടുത്തുന്നത്. ഇത് നുണയല്ലല്ലോ. എന്താ മുഖം കിബിലയിലേക്ക് വെക്കാൻ പവിത്രതല്ലാത്ത മുഖം നിസ്കാരം വേണ്ടതുപോലെ പരിഗണിച്ചില്ല. ദിനേന 700-ഉം 1000-ഉം കിട്ടുന്ന തൊഴിലാളികളെ എന്തിനു ളുഹർ ഖളാക്കുന്നു, അസ്റിന്റെ ശേഷം നിസ്കരിക്കുന്നു? അല്ല തന്ന ആഫിയത്ത് കൊണ്ടല്ലേ പണി മുഴുവനും എടുത്ത് ശമ്പളം വാങ്ങിയത്. അല്ലാഹു ഒരു സെക്കൻഡ് ഒരു ബ്ലോക്ക് തന്നാൽ നിങ്ങളെ ലക്ഷവും കോടിയും വിലമതിക്കുന്ന ആ സമ്പത്ത് മുഴുവനും ഒരൊറ്റ ദിവസം കൊണ്ട് തീർന്നു പോകൂലേ? പടച്ചവൻ അതിന് കഴിവുള്ളവനല്ലേ? പ്രായപൂർത്തി എത്തിയിട്ട് നിസ്കാരം ഖളായി എന്ന് പരടിയിൽ ഇപ്പോഴും വെച്ച് നടക്കുന്നുണ്ടോ? നേരം കാക്കണ്ട സുഹൃത്തേ, ഇനി റമളാനായിട്ട് വീട്ടാന്ന് കരുതണ്ട. ഇപ്പൊ തന്നെ വീട്ടിൽ തുടങ്ങിക്കോ. ഫർളിന്റെ മുമ്പും ശേഷവുമായി ഓരോന്നും നിസ്കരിച്ച് തീർത്തോ. ഖളാഇന്റെ കൂമ്പാരം പരടിയിൽ വെച്ചിട്ട് അത് തഹ്ലീൽ കൊണ്ട് പൊറുക്കൂല. 10,000-കണക്കിന് ആളുകൾ ജനാസ നിസ്കരിക്കാലും ഫർളായ നിസ്കാരം വിടൂല. മക്കള് 100 പോത്തിനറുത്തിട്ട് സ്വതക ചെയ്താലും പരടിയിലുള്ള നിസ്കാരം വിടൂല. 100 കിൻഡൽ അരി കൊടുത്തിട്ട് ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളെ സൽക്കരിച്ചാലും നിസ്കാരത്തിന്റെ ബാധ്യത വിടൂല. ശരിക്ക് ബോധ്യം വേണം. പരടിയിൽ കനകാംബീര്യമുള്ള നിസ്കാരത്തിന്റെ കണക്കുണ്ടോ? കട്ടിയായി കൊണ്ട് നടക്കണ്ട. ഇന്ന് രാത്രി മരിക്കുമെന്ന ബോധ്യത്തോടെ ഓരോ ദിവസവും പെട്ടെന്നത് വീട്ടിൽ തീർക്കണേ. ഒന്നും ബാക്കി വെക്കണ്ട. പ്രിയപ്പെട്ട പെങ്ങളെ, എത്ര കൊല്ലം മുമ്പുള്ള നോമ്പിപ്പോഴും പഴകിക്കിടക്കുന്നുണ്ട്. റജബാകാൻ കാത്തിരിക്കുകയാണോ? ഇപ്പൊ അല്ലലും അലട്ടലും ഇല്ലെങ്കിൽ ഒന്ന് വീട്ടിക്കൂടെ? അന്നോമ്പിന്റെ കണക്ക് മക്കൾക്കാർക്കും തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഏതെങ്കിലും നിലക്കത് വീടുമോ? ഒരു നിലക്കും വീടൂലല്ലോ. മുദ്ദ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒരു കണക്ക് തിരിയണ്ടേ? തിരിയും മുമ്പ് പറയുമ്പോ മരിച്ചാൽ കണക്ക് ആർക്ക് തിരിയാനാ? അതുകൊണ്ട് നിസ്കാരം ലാഘവത്തോടെ കാണരുത്. നിങ്ങൾ പണി എടുത്താലും ശരി, എടുത്തിട്ടില്ലെങ്കിലും ശരി, ശമ്പളം എത്ര കിട്ടിയാലും ശരി, കിട്ടിയിട്ടില്ലെങ്കിലും ശരി, എത്ര വിദ്യ പഠിച്ചാലും ശരി, പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ശരി, അല്ലാഹു വെച്ച നിസ്കാരം സമയബന്ധിതമായി നിസ്കരിച്ചോ. മുഖത്തോട് മുഖം നോക്കേണ്ടവരാണ് ആഖിറത്തിൽ നമ്മള്. നിസ്കാരം സമയത്തെ തൊട്ട് പിന്തിച്ചിട്ട് നാളെ ഫിർഔനിന്റെ കൂടെ നിൽക്കരുത്, ഹാമാനിന്റെ കൂടെ നിൽക്കരുത്, ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ കൂടെ നിൽക്കരുത്, അതേ നമ്രൂദിന്റെ കൂടെ നിൽക്കരുത്. നിസ്കാരം നേരെ ചൊവ്വേ നിർവഹിക്കാത്തവൻ അവരെ കൂടെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആൺകുട്ടികളെ കൂടെ നിൽക്കണം. നബിമാര്, ശുഹദാക്കള്, സിദ്ദീഖുകൾ സൊഫിൽ നിൽക്കണം. ആ സൊഫിന്ന് വിട്ടുപോയിട്ട് നാട്ടുകാർ നമ്മളെ കണ്ടിട്ട് മാനക്കേട്, കോടിക്കണക്കിന് ആള് കണ്ട് മാനക്കേട് വരൂലേ? അതുകൊണ്ട് നിസ്കാര സമയത്ത് തൊട്ട് പിന്തിക്കരുത്. മേലാൽ പിന്തിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. ഒരാളെ പറ്റി എ ക്ലാസ് A to Z ശരിയാണെന്ന് ഉറപ്പ് പറയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 5 വക്ത് ഖളാ ആകാതെ നിസ്കരിക്കെങ്കിലും വേണം. അതും കൂടി ഇല്ലെങ്കിൽ പിന്നെന്ത് പറയാനാ? ഈ ഉമ്മത്തിൽ ആകെ ഒരു കാര്യം ബാക്കിയുണ്ടെങ്കിൽ അവസാനം ഉണ്ടാകുന്ന നിസ്കാരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാഖിറു മാ യബ്ഖാ ഫീ ഹാദിഹിൽ ഉമ്മ സ്വലാ. അതും കൂടി ഇല്ലെങ്കിൽ പിന്നെന്ത് പറയാനാ? ആള് നല്ല ഡീസന്റാ, തൊഴിലൊക്കെ കൊടുക്കുന്നുണ്ട്. അള്ളാഹനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹിന്റെ റഹ്മത്തൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു വക്ത് നിസ്കരിക്കാത്തവനും അള്ളാഹു തആല എത്ര വെള്ളം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, സമ്പത്ത് കൊടുക്കുന്നു. അള്ളാഹിന്റെ റഹ്മത്തിന്റെ ഒക്കെ ആഴവും പരപ്പും എത്രയാണ്. ഒരു സെക്കൻഡ് സമയം അള്ളാഹു തആല അവൻ അന്നം മുട്ടിക്കുന്നുണ്ടാവും. ഡീസന്റിലല്ലേ ഓൻ നടക്കുന്നതോ ചെത്തുന്നത്? ഓനെ കണ്ടാ ഉതുർത്തിട്ടേ തൊടാൻ തോന്നുള്ളൂ. 1 മിനിറ്റ് ഫർദ് നിസ്കാരം അവൻക്കില്ല. അതുകൊണ്ട് നിസ്കാരം രാഘവത്തോടെ കാണരുത്.
നമ്മളെ മുഖം കിബിലയിലേക്ക് തെറ്റി നിൽക്കണം, കിബിലയിലേക്ക് തന്നെ നിൽക്കണം. ഖബറിൽ നിന്ന് എണീറ്റ് വരുമ്പോഴും ആ സൗന്ദര്യമുള്ള മുഖത്തോടെ തന്നെ വരണം. മറ്റൊരു ദിവസം ഞാനൊരു ഖബർ മാന്തി. ആ ഖബറാളിയുടെ കോലം പന്നിയെ കുണ്ണയുടെ കോലമായി മാറ്റിയിട്ടുണ്ട്. വഖദ് ശുദ്ധ ബിസ്സലാസിലി വല്ലഗ്ലാലി ഫീ ഉനുഖിഹി. നീളമുള്ള ചെങ്ങലയും നല്ല കുടുക്ക് ചെങ്ങലയും പെരടിയിൽ കെട്ടിക്കൂട്ടിയിട്ടുണ്ട്. പേടിച്ച് ഞാൻ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ഉദ്ദേശിക്കുമ്പോ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചതുപോലെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് എന്നോട് പറയുന്നു, ലിമാലാ യുഅദ്ദബൂ, മയ്യിത്തിനോടൊന്ന് ചോദിച്ചൂടെ എന്തിനാണ് ഈ ശിക്ഷ കിട്ടുന്നത്? ഞാൻ ചോദിച്ചു, എന്തിനാ? ചെറുപ്പക്കാരാ, കേരളത്തിൽ മദ്യപിക്കുന്നതിന്റെ വയസ്സ് 9 എന്ന് രേഖപ്പെടുത്തി. നാണമുണ്ടല്ലോ. കാന യശ്റബുൽ ഖംറ വമാത മിൻ ഗൈരി തൗബാ. മദ്യപിക്കുന്ന ആളാണ്, തൗബ ചെയ്യാനൊന്നും നേരം കിട്ടാതെ മരണപ്പെട്ടുപോയി. കാരണം മദ്യം നജസല്ലേ, ദുനിയാവിൽ നജസ് തിന്നുന്ന ജീവിയല്ലേ ഖിൻസീർ. അപ്പൊ ഇവൻ മനുഷ്യക്കോലത്തിൽ കിടക്കാൻ പറ്റൂല, ഇവനൊരു പന്നിയുടെ കോലത്തിൽ നിൽക്കട്ടെ. കുടുക്ക് ചങ്ങല കെട്ടിക്കഴിഞ്ഞു, ഇനി രക്ഷയുണ്ടോ? അബൂ ഹാമിദിനിൽ ഗസാലി കശ്ഫുൽ ആഖിറ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെ തൗബ ചെയ്യാതെ മരിച്ചുപോയ മനുഷ്യൻ മറ്റൊരു വിഷയം കൊണ്ടും അവന്റെ ദോഷമല്ല പുറത്തു കൊടുക്കാൻ ഒരു ചാൻസ് ഇല്ലെങ്കിൽ അവൻ ആഖിറത്തിലേക്ക് വരുന്നത് മദ്യക്കുപ്പിയും പിടിച്ച് മസ്താനായിട്ടാ. മദ്യക്കുപ്പിയും പിടിച്ച് മസ്താനായിട്ട് എണീറ്റ് നടക്കാൻ കഴിയാതെ ഒരു ഭാഗത്തിരിക്കുമ്പോ മലക്കുകൾ അവനെങ്ങനെ തെളിക്കുകയാണ്. നടക്കുക എന്ന് പറഞ്ഞിട്ട് മാലോകര മുന്നിൽ അവൻ വഷളാകുന്നു. അതുകൊണ്ട് കോലം മാറരുത്, പന്നിയാകരുത്. രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണം. മക്കളെ കയ്യിൽ നിയന്ത്രണമില്ലാത്ത രൂപത്തില് പണം പെരുകാൻ പാടില്ല. അപ്പണം നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. തിന്നു തീർക്കാനോ കുടിച്ചു തീർക്കാനോ വഴിവിട്ട് കൊടുക്കണ്ട. നമ്മുടെ ക്ഷീണം കാരണം അങ്ങനെ സംഭവിക്കരുത്. മറ്റൊരു ഖബർ ഞാൻ മാന്തിയപ്പോ ആ ഖബറാളിയുടെ ശരീരത്തിൽ മുഴുവനും തീയിന്റെ ആണികളെ കൊണ്ട് തറക്കപ്പെട്ടിരിക്കുന്നു. തീ കത്തുന്ന ആണികളാണ്, മുഖം മുതൽ കാൽപാദം വരെ. നോക്കുമ്പോ അദ്ദേഹത്തിന്റെ നാവ് പിടിച്ച് പെരടിയിലേക്ക് കൂട്ടിക്കെട്ടിയിരിക്കുന്നു. നാവിന് അല്ലാഹു നീളം കൊടുത്തു, പെരടിയിലേക്ക് അങ്ങ് കൂട്ടിക്കെട്ടിരിക്കുകയാണ്. പേടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോ ഞാൻ ചോദിച്ചു, നേരത്തെയുള്ള ചോദ്യം കേട്ടപ്പോ, ലിമാദാ ഉബ്തുലിയ, എന്തിനാണ് ഈ പരീക്ഷണം? ഉടനെ പറഞ്ഞു, കാനലായ തഹറസു മിനൽ ബൗൽ, മൂത്രത്തിൽ നിന്ന് ശ്രദ്ധിക്കാറില്ല. എത്ര വാത് കേട്ടാലും പരിഗണിക്കാറില്ല. ചിലപ്പോഴൊക്കെ മൂത്രം ഒഴിച്ചിട്ട് നിന്നൊഴിച്ചിട്ട് അവന്റെ പാന്റിലായാലും അവനൊരു വിഷയമാകാറില്ല. ഡീസന്റ് മതിയായാൽ പോരാ, ത്വഹാറത്ത് വേണം, ശുദ്ധി വേണം മൂമിനിന്. ഡീസന്റ് എന്നുള്ളത് പുറമെ കാണാൻ പലതും ഉണ്ടാകും, അത് മാത്രം പോരാ. നിങ്ങൾ നല്ല ടൈറ്റായ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മറയുള്ള സ്ഥലത്തേക്ക് നിന്ന് മുഴുവനായും മഴിച്ച് മൂത്രയിച്ചോ, എന്നാലും സാരമില്ല. وكان ينقل الحديث بين الناس وكان ينقل الحديث بين الناس. ജനങ്ങൾക്കിടയിൽ ഫിത്നയും ഫസാദുമുള്ള സംസാരം പെരുപ്പിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് നാവ് പിടിച്ച് പെരടിയിലേക്ക് കെട്ടിക്കൂട്ടിയത്. എപ്പ സംസാരിച്ചാലും ശരി ഫിത്നയുള്ളതേ പറയൂ, എപ്പ സംസാരിച്ചാലും കുഴപ്പമുള്ളതേ പറയൂ, ആരാന്റെ പച്ചിറച്ചി മാന്തുന്നതേ പറയൂ. ഇങ്ങനെ പറയുന്ന മനുഷ്യന്റെ നാവ് നല്ല നിലക്ക് വരുമോ? മറ്റൊരു ഖബർ ഞാൻ മാന്തി നോക്കിയപ്പോ അതാകെ കത്തുന്നതാ ഞാൻ കണ്ടത്. ചോദിച്ചപ്പോ കിട്ടിയ മറുപടി എന്താണെന്നറിയോ? നേരത്തെ നിസ്കാരം ലാഘവത്തോടെ കണ്ടിട്ടല്ലേ മുഖം മാറിയത്. ഇത് കാന താരിക്കല്ലി സ്വലാ, നിസ്കരിച്ചൊരു പതിവേ ഇല്ല. ഉന്തിട്ടാലും കേക്കോട്ടെ.
നിസ്കരിച്ചുകൂടെ എന്ന് ഉന്തിയാലും പടിഞ്ഞാട്ടേക്ക് ഉഗ്കൂല, തെറ്റി ഉഗ്കൂല, കേക്കിട്ടേ ഉഗ്ഗുള്ളൂ. ആ രൂപത്തിൽ നിസ്കാരം എന്ന് പറഞ്ഞ പരിപാടി ബാക്കിയുള്ളൊക്കെ സഹായക്കാൾ ചെയ്യും. സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഇങ്ങനെന്താ പറയണ്ടി നിറഞ്ഞു നിൽക്കുന്ന മഹാഗോപുരാണ്. ഒലക്കാപ്പുണ്ടാക്കാണ് നിസ്കാരല്ലേ, എന്ത് ഗോപുരം. മാപ്പിളാരായ നിസ്കരിക്കണ്ടേ? അങ്ങനെ സാമൂഹ്യ സാംസ്കാരിക കുറെ സ്പെല്ലിങ് ഇങ്ങനെ പറഞ്ഞാൽ മതി. തമ്പുരാനാന്നൊക്കെ പറയാം. അത് തമ്പുരാൻ ദുന്യാവിൽ പറയാൻ 4 ആൾക്കാർ ഇങ്ങനെ കയ്യൊട്ടാറൊക്കെ ഉണ്ടോ? അത്രേ ഉണ്ടാവുള്ളൂ. ഒന്നൊരു കാര്യം ഉണ്ടാവില്ല. നിസ്കാരം തീരല്ല. പിന്നെ ഓന്റെ കോലാന്റെ ഖബർ കത്തണ്ടേ? മറ്റൊരു ദിവസം ഞാനൊരു ഖബർ കണ്ടപ്പോ അയാൾ പറയണം, അവസാനായിട്ട് പറയണം ആ ചെറുപ്പക്കാരൻ, ഞാൻ ആ ഖബറിലേക്ക് നോക്കിയപ്പോ മദ്ദിൽ ബസർ, ഈ ഖബറാളിയെ പോലെ ആകാൻ ശ്രമിക്കണം, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. കണ്ണെത്തുന്ന ദൂരത്തോളം ഖബറദാ വിശാലമാക്കിയിട്ടുണ്ട്. വഫീഹി നൂറുൻ സാത്തിയുൻ, പ്രോജ്വലിക്കുന്ന പ്രകാശം ആ ഖബറിലുണ്ട്. വൽ മയ്യിത്തു നായിമുൻ അലാ സരീരിഹി, മയ്യിത്ത് കട്ടിൽമേൽ കിടന്നു ഉറങ്ങുകയാണ്. നാട്ടുകാര് കട്ടിൽ കൊണ്ടുപോകൂലല്ലോ, അവര് ബെഡ് കൊണ്ടുപോകൂലല്ലോ, പായ വിരിക്കൂലല്ലോ. അല്ല കൊടുത്ത ആദരവിന്റെ കട്ടിലാണ്. വഖദ് അശ്റഖ നൂറുഹു, അവിടെ പ്രകാശം അങ്ങ് ഉദിച്ചുയർന്നിരിക്കുന്നു. ഞാൻ നോക്കുമ്പോ അലൈഹി സിയാബുൻ ഹസന, നല്ല നല്ല തുണിത്തരങ്ങൾ അയാൾ ധരിച്ചിട്ടുണ്ട്. എനിക്ക് അയാളോടൊരു ബഹുമാനം തോന്നി. ഞാൻ പുറത്തിറങ്ങുന്ന സമയത്തൊന്ന് ചോദിച്ചു നോക്കൂ, ലിമാദാ ഉക്രിമ ബിഹാദിഹിൽ കറാമ, ഈ ബഹുമാനം നൽകിയിട്ട് ഇത്തരത്തിൽ ആദരിക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ പറഞ്ഞു, ഇന്നഹു കാന ശാബ്ബൻ ത്വാഇഅൻ നശഅ ഫീ ത്വാഅത്തില്ലാഹി അസ്സ വജല്ല വ ഇബാദതിഹി, ചെറുപ്പം മുതലേ ദീനീ രംഗത്ത് പ്രവർത്തിച്ച് അല്ലാഹ് പൊരുത്തപ്പെടുന്ന നല്ല കാര്യങ്ങളിലൊക്കെ സംബന്ധിച്ച് നിസ്കാരം നേരെ ചൊവ്വേ നിർവഹിച്ച് കുടുംബത്തിന് വേണ്ടിയും സ്വന്തത്തിനും തൊഴിലെടുത്ത് നിസ്കാരം ഖളാക്കാതെ ഖുർആനോത്ത് മുടങ്ങാതെ നല്ല രൂപത്തിൽ ജീവിച്ച ചെറുപ്പക്കാരനാണ്. യുവത്വം മുതലാക്കിയവനാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, നീ വലിയ ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും പോയി വരുമ്പോ നിന്റെ പെരടിയിൽ നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ ഖബറിൽ കട്ടിലിൽ ഉറങ്ങാൻ കഴിയൂല. കണ്ണെത്താ ദൂരത്തോളം വിശാലത കിട്ടൂല. ഹറാമിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് സമയങ്ങളൊക്കെ തള്ളി നീക്കുന്നതെങ്കിൽ ഈ സുഖം കിട്ടൂല. ഈ ചരിത്രങ്ങളൊക്കെ കേട്ടിട്ട് ഭരണാധികാരിയായ അബ്ദുൽ മലിക് ബിൻ മർവാൻ പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിൽആസീന വബിശാറതൻ ലിത്വായിഗീൻ, നിങ്ങൾ ഈ കണ്ട സംഭവത്തിൽ അല്ലാഹനെ അനുസരിക്കാതെ ജീവിച്ച ആളുകൾക്ക് വലിയ പാഠമുണ്ടല്ലോ, പഠനമുണ്ടല്ലോ. റബ്ബിനെ അനുസരിച്ച് പൊരുത്തപ്പെട്ട് ജീവിച്ച ആളുകൾക്ക് വലിയ സന്തോഷവുമുണ്ടല്ലോ. അങ്ങനെ സന്തോഷിക്കുന്ന കൂട്ടരിൽ പെടാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതം അല്ലാഹു അനുഗ്രഹിക്കട്ടെ.